Good evening, everyone. Hope you are doing well. Air pollution ആണ് പറയാനുള്ളത് അല്ലേ? സുഖിയർ വരെയാണ് പറഞ്ഞത്. എയർ പൊല്യൂഷൻ. ഓക്കെ. പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടാമിനൻസ് ആഡ് ചെയ്യപ്പെടുന്നതാണ് അല്ലേ? അതായത് ഇപ്പോൾ എയർ പൊല്യൂഷൻ ആണെങ്കിൽ എയറിനകത്തേക്ക് കണ്ടാമിനേഷൻ ആഡ് ചെയ്യപ്പെടുക. അതായത് ശുദ്ധമായിട്ടുള്ള സംഭവത്തിനകത്തേക്ക് എന്തെങ്കിലും ഒരു കണ്ടാമിനന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫേവറബിൾ അല്ലാത്ത, നമുക്ക് ആവശ്യമില്ലാത്ത ഒരു സംഭവം ആഡ് ചെയ്യപ്പെടുന്നതിനെയാണ് എയർ പൊല്യൂഷൻ അല്ലെ എന്ത് പൊല്യൂഷൻ ആയിക്കോട്ടെ. എയറിലേക്ക് കണ്ടാമിനേഷൻ ആഡ് ചെയ്യപ്പെടുവാണെങ്കിൽ അത് എയർ പൊല്യൂഷൻ ആവും. ഓക്കെ. ഇറ്റ് ക്യാൻ കോസ് ഹെൽത്ത് പ്രോബ്ലംസ്, ഡാമേജ് എൻവയൺമെന്റ്, പ്രോപ്പർട്ടി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അതിനിടയ്ക്ക് കോമയുണ്ട്. ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ എൻവയൺമെന്റിനെ ഡാമേജ് ചെയ്യാം, അതായത് എൻവയൺമെന്റിനെ ഡാമേജ് ചെയ്യാം, അതുപോലെ തന്നെ എൻവയൺമെന്റ് പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യപ്പെടാം, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവും. അപ്പൊ എയർ പൊല്യൂഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും, എൻവയൺമെന്റൽ പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യപ്പെടും, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ എയർ പൊല്യൂഷൻ എന്ത് ചെയ്യാത്തത്, എയർ പൊല്യൂഷനെ നമ്മൾ തടയാൻ നമ്മൾ കാരണമാകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു പ്രശ്നവും ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ നമുക്കത് നടന്നോട്ടെ എന്ന് വിചാരിച്ചാൽ മതി അല്ലേ? അപ്പൊ ഈ കണ്ടാമിനേഷൻ ആഡ് ചെയ്യപ്പെടുമ്പോൾ, എയറിലേക്ക് ഡിസ്ചാർജ് ചെയ്യപ്പെടുമ്പോൾ, കണ്ടാമിനേഷൻ എന്ന് പറയുമ്പോൾ ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ്. അപ്പൊ അത് പല രീതിയിൽ നമ്മളെ ബാധിക്കാൻ, ചിലപ്പോൾ നമുക്ക് അസുഖങ്ങളായിട്ട് വരാം, ചിലപ്പോൾ എൻവയൺമെന്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ക്ലൈമറ്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവാം. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നത് കൊണ്ടാണ് നമ്മൾ എയർ പൊല്യൂഷനെ തടയണം എന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ. ഇനി ഈ എയർ പൊല്യൂഷന് കാരണമാകുന്ന വസ്തുക്കളാണ് പൊല്യൂട്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ എയർ പൊല്യൂഷന് കാരണമാകുന്ന വസ്തുക്കളാണ് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. രണ്ട് തരം പൊല്യൂട്ടൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ കാണുന്നത്. പ്രൈമറി പൊല്യൂട്ടൻസ് ആൻഡ് സെക്കൻഡറി പൊല്യൂട്ടൻസ്. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി പൊല്യൂട്ടൻസും ഉണ്ട്. ഓക്കെ. അപ്പൊ പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് ഇറ്റ് എൻ്റർ അറ്റ്മോസ്ഫിയർ ഡയറക്ട്ലി ഫ്രം ദ സോഴ്സ്. അതായത് ഏത് സോഴ്സിൽ നിന്നാണോ ഇത് അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നത്, അത് ആ ഡയറക്ട്ലി ഫ്രം ദാറ്റ് സോഴ്സ് ആയിരിക്കും. അതായത് വേറൊന്നുമായിട്ട് മിക്സപ്പ് ചെയ്തിട്ടൊന്നും ആയിരിക്കില്ല. ക്ലിയർ ആയോ? അതായത് ഇപ്പൊ ഇതാണ് ഈ പൊല്യൂട്ടൻസ് വരുന്ന സോഴ്സ്, ഇതാണ്. ഈ സോഴ്സിൽ നിന്ന് ഡയറക്റ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് പൊല്യൂട്ടൻസ് പോകുന്നതായിരിക്കും. വേറെ അറ്റ്മോസ്ഫിയറിലുള്ള സൗണ്ട് കുറവുണ്ടോ? ഏത് സോഴ്സിൽ നിന്നാണോ? യെസ്, ഓക്കെ ആണ്. ഓക്കെ. ഏത് സോഴ്സിൽ നിന്നാണോ പൊല്യൂട്ടൻസ് വരുന്നത്, ആ സോഴ്സിൽ നിന്ന് നേരിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് വന്നിട്ട് അത് പൊല്യൂഷന് കാരണമാവുകയാണെങ്കിൽ അതെന്താണ്? പ്രൈമറി പൊല്യൂട്ടൻസ് ആണ്. അതിന്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. സെക്കൻഡറി പറയുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. അതായത് സെക്കൻഡറി പൊല്യൂട്ടന്റ് എന്ന് പറയുമ്പോൾ നോട്ട് എമിറ്റഡ് ഡയറക്ട്ലി ഫ്രം സോഴ്സ്. സോഴ്സിൽ നിന്ന് അങ്ങനെ തന്നെ അങ്ങ് പൊല്യൂട്ടന്റ് ആയിട്ട് വരുന്നതല്ല. അതായത് സോഴ്സിൽ നിന്ന് അത് അറ്റ്മോസ്ഫിയറിലേക്ക് വരികയും അറ്റ്മോസ്ഫിയറിലെ മറ്റേതെങ്കിലും വാതകങ്ങളുമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോൺസ്റ്റുവൻസോ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് വേറൊരു പ്രോഡക്റ്റ് ഫോം ചെയ്തിട്ട് അതാണ് പൊല്യൂട്ടന്റ് ആവുന്നതെങ്കിൽ അത് സെക്കൻഡറി ആണ്. പ്രൈമറി എന്ന് പറയുമ്പോൾ ഇപ്പൊ കാർബൺ മോണോക്സൈഡ് ആണെന്ന് വിചാരിച്ചോ. കാർബൺ മോണോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നേരത്തെ ഉണ്ടായിട്ട് അത് നേരെ വന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് അങ്ങ് പോവുകയാണെങ്കിൽ അത് പ്രൈമറി ആണ്. ഇനി അതല്ല, അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള കാർബണും പിന്നെ ഓക്സിജനും ചേർന്നിട്ട് കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറിയിട്ട് അത് അറ്റ്മോസ്ഫിയറിൽ പൊല്യൂട്ടന്റ് ആയിട്ട് വരികയാണെങ്കിൽ അത് സെക്കൻഡറി. അതായത് സോഴ്സിൽ നിന്ന് നേരിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നത് പ്രൈമറി. സോഴ്സിൽ നിന്ന് വന്നിട്ട് അത് അറ്റ്മോസ്ഫിയറിലെ മറ്റ് വാതകങ്ങളോ മറ്റ് എൻഡോ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് പൊല്യൂട്ടന്റ് ആയി മാറുകയാണെങ്കിൽ അത് സെക്കൻഡറി. ഓക്കെ. ചിലപ്പോൾ അത് സൺലൈറ്റിന്റെ പ്രസൻസിലാവും അങ്ങനെ ഒരു സെക്കൻഡറി പൊല്യൂട്ടന്റ് ഫോം ചെയ്യുന്നത്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. പ്രൈമറി പൊല്യൂട്ടൻസ്, അതായത് ഒരു പ്രൈമറി പൊല്യൂട്ടന്റ് സൺലൈറ്റിന്റെ പ്രസൻസിൽ വേറൊരു പൊല്യൂട്ടന്റ് ആയിട്ട് മാറുന്നതാണ് സെക്കൻഡറി പൊല്യൂട്ടന്റ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. പ്രൈമറി പൊല്യൂട്ടന്റ് എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിലേക്ക് നേരിട്ട് സോഴ്സിൽ നിന്ന് വരുന്നു, അത് പൊല്യൂട്ടന്റ് ആവുന്നു. ഇനി ആ പ്രൈമറി പൊല്യൂട്ടന്റ് അറ്റ്മോസ്ഫിയറിലെ മറ്റു വാതകങ്ങളോ മറ്റ് എലിമെന്റുകളോ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അത് വീണ്ടും ഒരു പൊല്യൂട്ടന്റ് ആയിട്ട് മാറുകയാണെങ്കിൽ അതെന്താണ്? സെക്കൻഡറി പൊല്യൂട്ടന്റ് ആണ്. അപ്പൊ അതിന് ചിലപ്പോൾ സൺലൈറ്റിന്റെ പ്രസൻസ് വേണ്ടി വരും, ചിലപ്പോൾ വേണ്ടി വരില്ല. ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് റിയാക്ഷൻ പല രീതിയിലാണല്ലോ നടക്കുന്നത്. ഓക്കെ. ക്ലിയർ ആണല്ലോ ഏരിയ? എയർ പൊല്യൂഷൻ എന്ന് പറയുന്ന ഏരിയയിൽ എന്താണ് പൊല്യൂട്ടന്റ്? രണ്ട് തരത്തിലുള്ള പൊല്യൂട്ടൻസ്, അത് രണ്ടുമാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ. ഈ ടൈപ്സ് ഓഫ്, ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് ഇതായി പോയിട്ടുണ്ട്. ഞാൻ നോട്ട്സ് വരുമ്പോൾ അതിനകത്ത് ക്ലിയർ ആയിട്ട് തരാം കേട്ടോ. അപ്പൊ ക്ലാരിറ്റി കുറവുണ്ടാവില്ല. നോട്ട്സിൽ ഇത് ഇവിടെ നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ. ടൈപ്സ് ഓഫ്
പ്രൈമറി പൊല്യൂട്ടൻസിന്റെ ടൈപ്സ് ആണ്. ഏതൊക്കെ തരം പ്രൈമറി, നമ്മൾ 2 പൊല്യൂട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞു, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. അപ്പൊ അതിന്റെ ആ പ്രൈമറി പൊല്യൂട്ടൻസ് തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഏതൊക്കെ തരം പ്രൈമറി പൊല്യൂട്ടൻസ് ആണ് നമുക്ക് അറ്റ്മോസ്ഫിയറിൽ കാണാൻ പറ്റുന്നതെന്നാണ്. അതിൽ ഫസ്റ്റ് വൺ സസ്പെൻഡഡ് പർട്ടിക്കുലേറ്റ് മാറ്റർ, SPM, സസ്പെൻഡഡ് പർട്ടിക്കുലേറ്റ് മാറ്റർ. സസ്പെൻഡഡ് പർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത് സോളിഡ് ഫോമിലുള്ള പൊല്യൂട്ടൻസ് ആണ്. അതായത് നമ്മളിപ്പം എന്തെങ്കിലുമൊക്കെ കത്തിക്കുന്ന സമയത്ത് ഒക്കെ കാണപ്പെടുന്ന ബാക്കി വരുന്ന ചില ചാരം അല്ലെങ്കിൽ അങ്ങനെയുള്ള പാർട്ടിക്കിൾസ് ആണ് സസ്പെൻഡഡ് പർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഫൈനർ പാർട്ടിക്കിൾസ് ആണ്. ഓഫ് ദീസ് പാർട്ടിക്കിൾസ് ക്യാൻ ലോഡ്ജ് ഇൻ ടു അവർ ഹാർട്ട്. ഇത് എന്തുകൊണ്ടാണ് പൊല്യൂട്ടന്റ് ആയിട്ട് നമ്മൾ പറയാൻ കാരണം? ഇതിന് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഇത് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, സസ്പെൻഡഡ് പർട്ടിക്കുലേറ്റ് മാറ്റർ. ഇപ്പൊ നമ്മൾ പറയും പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മാത്രമല്ല പ്രശ്നം, നമ്മളിപ്പോ ഇലകൾ കൂട്ടിയിട്ട് കത്തിച്ചാലും പ്രശ്നമാണ്. കാരണം ഈ ഇലകൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഇതെല്ലാം കഴിയുമ്പോൾ ഒരു ബ്ലാക്ക് കളർ സംഭവം ഇങ്ങനെ കാറ്റടിക്കുന്ന സമയത്ത് മുകളിലേക്ക് ഇങ്ങനെ പറന്നു പോകും. അപ്പൊ അതിങ്ങനെ ബ്ലാക്ക് കളർ, ആ ഒരു സൂട്ട് എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അത് തന്നെയാണ് സസ്പെൻഡഡ് പർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത്. ഇതിങ്ങനെ അന്തരീക്ഷത്തിലേക്ക് അങ്ങ് പറന്നു പോയി കഴിഞ്ഞിട്ട് അത് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും. അപ്പൊ അത് ഈ നമ്മൾ ശ്വസിക്കുന്ന വായു വഴി അതിങ്ങനെ പൊടിഞ്ഞ് അതിന്റെ ചെറിയ പാർട്ടിക്കിൾസ് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. ഭയങ്കര പോപ്പുലേറ്റഡ് ആയിട്ടുള്ള, അപ്പൊ നമ്മള് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ളത് ഈ കല്ലൂര് ആ റീജിയൻ ആണ്. അപ്പൊ ആ ഭാഗത്തേക്കും നമ്മൾ ഒരു മണിക്കൂറൊക്കെ ബസ്സിൽ യാത്ര ചെയ്തിട്ട്, ഓപ്പൺ ആയിട്ടുള്ള ബസ്സിന്റെ കാര്യമായിട്ട് പറയുന്നത്, കാറിനകത്ത് നമ്മൾ AC യാത്ര ചെയ്യുമ്പോൾ അത് വരുന്നില്ല. ബസ്സിനകത്ത് യാത്ര ചെയ്ത് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് നല്ല കറുത്ത കളറായിട്ട് അതിങ്ങനെ പോകുന്ന കാണാം. അത് ഈ പറയുന്ന പോലെ വെഹിക്കുലാർ എക്സോസ്റ്റ് ഉണ്ടല്ലോ, വാഹനങ്ങളുടെ പുക, ആ പുകയിൽ എന്തുണ്ട്? സസ്പെൻഡഡ് പർട്ടിക്കുലേറ്റ് മാറ്റർ ഉണ്ട്. അത് ഈ എയർ വഴി അത് കുറെ നമ്മൾ ശ്വസിക്കുന്നുണ്ടാവും. ബാക്കി നമ്മുടെ ഫേസിലൊക്കെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നതാണ് ആ കറുത്ത അഴുക്കായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ സസ്പെൻഡഡ് പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത് എന്താണ്? അത് വളരെ തിന്നായിട്ടുള്ള, വളരെ ഫൈൻ ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ നമ്മുടെ ലങ്സിലേക്ക് ഇതെന്ത് ചെയ്യും? നമ്മൾ എല്ലാ ദിവസവും ഇത് ശ്വസിച്ചുകൊണ്ടിരുന്നതിന്, അപ്പൊ നമ്മൾ പുക വലിക്കുമ്പോൾ ആ പുകയുണ്ടല്ലോ, ആ പുകയാണല്ലോ നമ്മുടെ ലങ്സിൽ ഇങ്ങനെ വരുന്നത്. അതേപോലെ തന്നെ ഒരു പ്രശ്നമാണ് എന്ത്? ഈ സസ്പെൻഡഡ് പെർട്ടിക്കുലേറ്റ് മാറ്റർ നമ്മുടെ ലങ്സിൽ ഇങ്ങനെ ലോഡ്ജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങി നിൽക്കും. ആൻഡ് ക്യാൻ കോസ് ലങ് ഡാമേജ് ആൻഡ് റെസ്പിറേറ്ററി പ്രോബ്ലം. അപ്പൊ സസ്പെൻഡഡ് പെർട്ടിക്കുലേറ്റ് മാറ്റർ കാരണം ഉണ്ടാവുന്നത് എൻവയൺമെന്റിൽ ഉള്ളതിനേക്കാളും പ്രശ്നം എന്താണ്? നമ്മുടെ ഹ്യൂമൻ ബോഡിക്കാണ്. നമ്മുടെ ലങ്സിൽ ഇത് തങ്ങി നിൽക്കുകയും പലതരത്തിലുള്ള ലങ് ഡിസീസസിന് കാരണമാവുകയും ചെയ്യും. അതാണ് സസ്പെൻഡഡ് പെർട്ടിക്കുലേറ്റ് മാറ്റർ. അതൊരു പ്രൈമറി പൊല്യൂട്ടൻ ആണ്. പ്രൈമറി എന്ന് പറയാൻ കാരണം കത്തിക്കഴിഞ്ഞിട്ട് ആ പൊടി നേരിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. അറ്റ്മോസ്ഫിയറിൽ വേറെയുള്ള കാര്യമായിട്ട് ഒന്നും റിയാക്ട് ചെയ്യുന്നില്ല, അത് നേരെ അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. അത് തന്നെ ഒരു പൊല്യൂട്ടന്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? SPM അഥവാ സസ്പെൻഡഡ് പെർട്ടിക്കുലേറ്റ് മാറ്റർ. ഇനി സെക്കൻഡ് വൺ കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡിന് ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കളറില്ലാത്ത, ഓർഡർ എന്ന് വെച്ചാൽ എന്താണ്? മണമില്ലാത്ത ഗ്യാസ് ആണ്. നമ്മൾ LPGയും ശരിക്കും മണമില്ലാത്തൊരു ഗ്യാസാണ്. പക്ഷെ LPGയിൽ ഒരു സംഭവം ആഡ് ചെയ്തിട്ടാണ് അതിന് സ്മെല്ല് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് ലീക്ക് ആയാൽ അറിയില്ല, അല്ലേ? അപ്പൊ ഈ ഗ്യാസ് ലീക്ക് ആയാൽ ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് സ്മെല്ലിന് വേണ്ടിയിട്ട് ഒരു സംഭവം ആഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് LPG ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡർലെസ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്. പക്ഷെ അതെന്താണ്? നമ്മൾ ഗ്യാസ് ലീക്ക് ആയി കഴിഞ്ഞാൽ മനസ്സിലാവാതെ വരെയും വലിയ അപകടങ്ങൾ ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് അതിനകത്ത് എന്ത് ചെയ്യുന്നത്? സ്മെല്ലിന് വേണ്ടിയിട്ട് ഒരു സംഭവം ആഡ് ചെയ്യുന്നത്, വേറൊരു ഗ്യാസും കൂടെ ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്. അപ്പൊ കാർബൺ മോണോക്സൈഡ് ഒരു റൂമിനകത്ത് ഉണ്ടെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റില്ല. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻകംപ്ലീറ്റ് ബേണിംഗ് ഓഫ് കാർബൺ. കാർബണ് കംപ്ലീറ്റ് ആയിട്ട് ബേൺ ആവാതിരുന്നാൽ എന്ത് സംഭവിക്കും? ആ ഇൻകംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്ത കാർബൺ ഉണ്ടല്ലോ, അതിന്റെ ബാക്കി ഭാഗം കാർബൺ, ആ കാർബൺ പ്രത്യേകിച്ച് നമ്മുടെ ഡീസല്, പെട്രോള് ഒക്കെ, വുഡ് എന്ന് പറയുമ്പോൾ എന്താണ്? തടി അല്ലെ? നമ്മളിപ്പോ വിറക് കത്തിക്കുമ്പോൾ അതുപോലെ തന്നെ പെട്രോൾ ഡീസലൊക്കെ ഇന്ധനം അല്ലെ? അത് നമ്മൾ വാഹനത്തിൽ അതൊക്കെ പെട്രോളും ഡീസലും ഒക്കെ എന്താണ് കത്തുന്ന സമയത്ത് അതിന്റെ കംപ്ലീറ്റ് എക്സോഷൻ കംപ്ലീറ്റ് അത് കത്താതിരുന്നു കഴിഞ്ഞാൽ ആ കത്താതെ പോയ കാർബൺ ഉണ്ടല്ലോ, കാർബണും ഹൈഡ്രജന്റെ കോമ്പിനേഷൻ ആണ് ഇതെല്ലാം ഞാൻ പറഞ്ഞു. അതായത് മരത്തിന്റെ തടി എടുക്കുകയാണെങ്കിൽ അതിന്റെ ഓർഗാനിക് ഫോമുല എന്തായിരിക്കും? സിയും എച്ചും ആയിരിക്കും. അതുപോലെ തന്നെ പെട്രോൾ, ഡീസൽ ഇതിന്റെയൊക്കെ കോമ്പിനേഷൻ സിയും എച്ചും ആണ്. സിയും എച്ച് എന്ന് പറയുമ്പോൾ കാർബണും ഹൈഡ്രജനും അത് ഡിഫറെന്റ് ഫോമിൽ ഉണ്ടായതാണ് ഈ പറയുന്ന
പെട്രോൾ ആയിക്കോട്ടെ, ഡീസൽ ആയിക്കോട്ടെ, ഇതെല്ലാം എന്താണ് കാർബണിന്റെ ഹൈഡ്രജന്റെ പലതരം കോമ്പിനേഷൻസ് ആണെന്നുള്ളത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നിങ്ങൾ പെട്രോൾ എടുത്താലും ഡീസൽ എടുത്താലും ഇതിന്റെയൊക്കെ കെമിക്കൽ ഫോർമുല കാർബണും ഹൈഡ്രജനും ചേർന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ കാർബണും ഹൈഡ്രജനും ഒക്കെ കത്തുന്ന സമയത്ത് ഈ കാർബൺ പൂർണ്ണമായിട്ട് കത്താതെ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്തരീക്ഷത്തിലെ O2 അല്ലെ, ഓക്സിജൻ മോളിക്യൂള്, അതിൽ മോളിക്യൂള് ബ്രേക്ക് ആയിട്ട് ഒരു ഓക്സിജന്റെ ആറ്റം എന്താവും, ഈ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യും. അങ്ങനെയാണ് CO എന്ന് പറയുന്ന സംഭവം കിട്ടുന്നത്, കാർബൺ മോണോ ഓക്സൈഡ്. മോണോ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ 1 എന്നാണ്. ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്, 2. കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ CO2 ആണ്. കാർബൺ മോണോക്സൈഡ് എന്ന് പറയുമ്പോൾ CO ആണ്. അപ്പൊ ഒരു ഓക്സൈഡ് ആണെങ്കിൽ CO, 2 ഓക്സൈഡ് ആണെങ്കിലോ കാർബൺ ഡൈ ഓക്സൈഡ് CO2. അപ്പൊ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നത് അങ്ങനെയാണ്. അപ്പൊ ഈ കാർബൺ മോണോക്സൈഡും എന്ത് തന്നെയാണ്, നമ്മുടെ ബ്ലഡിന്, നമ്മുടെ ശരീരത്തിന് മോശമാണ്. എങ്ങനെയാണ് ഈ കാർബൺ മോണോക്സൈഡ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഹീമോഗ്ലോബിനുമായിട്ട് ഇതെന്ത് ചെയ്യും, ബൈൻഡ് ആവും. അപ്പൊ ഈ ഹീമോഗ്ലോബിനിലേക്ക് ഈ കാർബൺ മോണോക്സൈഡ് ബൈൻഡ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ ബ്ലഡിലേക്ക് എന്താണ് വരേണ്ടത്, ഓക്സിജൻ ആണ് വരേണ്ടത്. ഈ കാർബൺ മോണോക്സൈഡ് ഈ ഹീമോഗ്ലോബിനിൽ അറ്റാച്ച് ആയി കഴിഞ്ഞാൽ ഓക്സിജൻ എന്ത് ചെയ്യാതിരിക്കും, വലിച്ചെടുക്കാതിരിക്കും, അല്ലെങ്കിൽ ഓക്സിജൻ അറ്റാച്ച് ആവാതിരിക്കും. നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ വന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ മരിച്ചു പോകും. അതാണ് പലരും നമ്മൾ അടച്ചിട്ട മുറിയിൽ, എയർ സർക്കുലേഷൻ ഒന്നും ഇല്ലാത്ത മുറിയിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഫുൾ രാത്രി അങ്ങനെയൊക്കെ കത്തിച്ച് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു റൂമാണെങ്കിൽ ആളുകൾ മരിച്ചു പോകും എന്ന് പറയാൻ കാരണം അതാണ്. കാരണം ഈ കാർബൺ മോണോക്സൈഡ് വന്നു കഴിയുമ്പോൾ എന്താണ്, ഓക്സിജന്റെ സപ്ലൈ നമ്മുടെ ശരീരത്തിലേക്ക് ഇല്ലാതിരിക്കുകയും എന്ത് സംഭവിക്കും, നമ്മൾ മരിച്ചു പോവുകയും ചെയ്യും. അപ്പൊ അതാണ് കാർബൺ മോണോക്സൈഡിന്റെ ഒരു പ്രശ്നം. പിന്നെ അല്ലാതെ നമ്മുടെ കാർബൺ മോണോക്സൈഡ് പല രീതിയിലുള്ള എൻവയൺമെന്റൽ ഇഷ്യൂസിനൊക്കെ കാരണം. മെയിൻ ആയിട്ട് നമ്മുടെ ബോഡിയിലെ ഈ ഹീമോഗ്ലോബിൻ ഇത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓക്സിജനെ ഇത് സ്വീകരിക്കാതെ വരും. നമ്മുടെ ബ്ലഡ് ഓക്സിജൻ സപ്ലൈ ചെയ്യപ്പെടുന്നത് ഏതിലൂടെയാണ്, നമ്മുടെ ബ്ലഡിലൂടെയാണ് അല്ലേ. അപ്പൊ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ എങ്ങോട്ടാ പോകുന്നത്, ബ്ലഡിലേക്ക് പോകും. ആ ബ്ലഡ് വഴിയാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത് അല്ലേ. ബ്ലഡ് ആണല്ലോ നമ്മുടെ ബോഡിയിലെ എല്ലായിടത്തേക്കും നമ്മുടെ ന്യൂട്രിയൻസിനെയും ഓക്സിജനെയൊക്കെ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ബ്ലഡ് ഫ്ലൂയിഡ് ആണ് അല്ലേ. അപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ഇത് ചെയ്യണമെങ്കിൽ, അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് നമുക്ക് വൊമിറ്റിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ടാബ്ലറ്റ് കഴിക്കുന്നതിനേക്കാളും പെട്ടെന്ന് ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ മാറുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ നേരിട്ട് വെക്കുന്ന IV ആണ് അല്ലേ, ഇൻട്രാ വെയിൻ. അപ്പൊ വെയിനിലേക്ക് നേരിട്ട് കുത്തി വെക്കുന്നത്. അപ്പൊ ബ്ലഡ് വഴി അത് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുകയും പെട്ടെന്ന് അത് ഇഫക്റ്റീവ് ആവുകയും ചെയ്യും. അതേസമയം നമ്മൾ ഒരു ടാബ്ലറ്റ് കഴിക്കുകയാണെങ്കിലോ ഈ ടാബ്ലറ്റ് നമ്മുടെ കഴിച്ച് നമ്മുടെ വയറിലെത്തി അത് ഡൈജസ്റ്റ് ചെയ്ത് ആ ഡൈജസ്റ്റ് ചെയ്ത സാധനത്തിനെ ബ്ലഡ് വലിച്ചെടുത്ത് പിന്നെ അത് എന്ത് ചെയ്യണം, നമ്മുടെ ബോഡിയിലെ മറ്റു ഭാഗത്തേക്കൊക്കെ എത്തിച്ച് അതിന്റെ റിയാക്ഷൻ വരണം. അപ്പൊ അത് കുറച്ചുകൂടി സമയം എടുക്കും. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പൊ പെയിനിനൊക്കെ ചിലപ്പോൾ ചിലർ ഇഞ്ചക്ഷൻ വെക്കും. ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെയിൻ കുറയും. അതേസമയം നമ്മൾ പെയിൻ കില്ലർ കഴിക്കുകയാണെങ്കിലോ കുറച്ച് സമയം എടുക്കും അല്ലേ. അപ്പൊ അതാണ് വ്യത്യാസം വരുന്നത്. ഇതൊരു കൂട്ടത്തിൽ അത് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ സസ്പെൻഡഡ് പെർട്ടിക്കുലേറ്റ് മാറ്റർ പറഞ്ഞു, കാർബൺ മോണോക്സൈഡ് പറഞ്ഞു. സസ്പെൻഡഡ് പെർട്ടിക്കുലേറ്റ് മാറ്ററും കാർബൺ മോണോക്സൈഡും എങ്ങനെയാണ് വരുന്നതെന്നും അതിന്റെ ഇമ്പാക്ട് എന്താണ് എൻവയൺമെന്റിൽ എന്നും പറഞ്ഞു. ഓക്കെ, ഇനി മൂന്നാമത്തത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്ലോബൽ വാർമിങ്ങിന് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണെന്നൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്, എമിറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് സച്ച് ആസ് ബേണിംഗ് ഫോസിൽ ഫ്യൂൽ കൽക്കരികൾ കത്തിക്കുമ്പോൾ ഒക്കെ ഉണ്ടാവുന്ന ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഇമ്പയേഴ്സ് റിഫ്ലെക്സസ്. എന്താണ് റിഫ്ലെക്സ്? കാർബൺ മോണോക്സൈഡ് ഓസോൺ ഡിപ്ലീഷൻ. കാരണം ഓസോൺ ഡിപ്ലീഷൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ പറയാത്തത്. അപ്പൊ മൊത്തം കൺഫ്യൂഷൻ ആവും. റിഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിലെ റിഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു തീനകത്തേക്ക് നമ്മുടെ കൈ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് നമ്മളത് വലിക്കും അല്ലെ, അതിനാണ് റിഫ്ലെക്സ് എന്ന് പറയാം. അപ്പൊ ഈ റിഫ്ലെക്സിനൊക്കെ ഇമ്പയർ ചെയ്യും കാർബൺ ഡൈ ഓക്സൈഡ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്, റിഫ്ലെക്സ് ആക്ഷൻ ഇല്ലാതെയാവും. അപ്പൊ റിഫ്ലെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് അല്ലെ. നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള സംഭവം വരുമ്പോൾ നമ്മുടെ ശരീരം പെട്ടെന്ന് വിഡ്രോ ചെയ്യും. അതൊരു ഡിഫൻസ് മെക്കാനിസം കൂടിയാണ്. അത് നമ്മുടെ ശരീരത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ റിഫ്ലെക്സ് മെക്കാനിസത്തിനെ എന്ത് ചെയ്യാണ്, ഇമ്പയർ ചെയ്യാണ്, അതിനെ എന്ത് ചെയ്യാണ്, നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ അതൊരു പ്രശ്നമല്ലേ. പിന്നെ റിഫ്ലെക്സ് ഇതിനെ
ഇമ്പയർ ചെയ്യും. അതുപോലെ തന്നെ ജഡ്ജ്മെന്റ് എന്താണ്, നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ടല്ലോ അത്. അതായത് നമ്മൾ പറയില്ലേ റിലേ പോവാന്നൊക്കെ പറയില്ലേ, അത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് അതിനൊക്കെ കാരണമാക്കും. അതായത് നമ്മുടെ ജഡ്ജ്മെന്റൽ കപ്പാസിറ്റീനൊക്കെ എന്ത് ചെയ്യും, അത് ഇമ്പയർ ചെയ്യും. അതുപോലെ തന്നെ വിഷൻ, കാഴ്ചയെ, ഇതൊക്കെ അതിന്റെ ഏറ്റവും എക്സ്ട്രീം ലെവലിലാണ്. ചെറുതായിട്ടൊരു കാർബൺ ഡൈ ഓക്സൈഡ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. പിന്നെ സിവിയർ ഹെഡേക്ക്, അതായത് നിങ്ങൾ ഭയങ്കര അടഞ്ഞൊരു റൂമിൽ കുറെ നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മൈഗ്രെയിൻ ഉള്ളവർക്ക് പെട്ടെന്ന് മൈഗ്രെയിൻ ട്രിഗർ ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഓക്സിജൻ സപ്ലൈ നമ്മുടെ ശരീരത്തിലേക്ക് പ്രോപ്പർ ആയിട്ട് എത്തിയിട്ടില്ല. അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഓക്സിജൻ സപ്ലൈ കുറയും അല്ലേ, കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലോ അവിടെ കൂടുതൽ. അപ്പൊ സ്വാഭാവികമായിട്ടും മൈഗ്രെയിൻ ഉള്ളവർക്ക് അത് ശരിക്കും മനസ്സിലാവും. അപ്പൊ മൈഗ്രെയിൻ ഉള്ളവർക്ക് അത് ട്രിഗർ ആവാനുള്ള ഒരു കാരണം ഓക്സിജൻ സപ്ലൈ ആണ്. അപ്പോൾ ഓക്സിജൻ സപ്ലൈ ഇല്ലാതിരിക്കുക, അതായത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ എക്സ്പോഷർ കൂടിക്കഴിഞ്ഞാൽ സിവിയർ ഹെഡേക്ക് ഉണ്ടാവും. പിന്നെ ഹാർട്ട് സ്ട്രെയിൻ, ഹൃദയത്തിനെയും ബാധിക്കും. കാരണം എന്താണ്, ഈ പറയുന്ന പോലെ ഓക്സിജൻ സപ്ലൈ ഒന്നും പ്രോപ്പർ ആവാതെ വരുമ്പോൾ എന്താണ് അതിന്റെ ഹാർട്ടിന്റെ പമ്പിങ് കാര്യങ്ങളൊക്കെ അത് അഫക്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഹാർട്ട് സ്ട്രെയിൻ അല്ലെ, ഹാർട്ടിന് എന്താണ് സ്ട്രെയിൻ ഉണ്ടാക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് ഈ പറയുന്ന 3 പ്രൈമറി പൊല്യൂട്ടൻസ് ആണ് നമ്മൾ പറഞ്ഞത്. സസ്പെൻഡഡ് പെർട്ടിക്കുലേറ്റ് മാറ്റർ, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്. ക്ലിയർ ആണല്ലോ? നോട്ടിൽ അത് ഈ 1-2 ലൈൻസ് നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, നോട്ട്സിൽ ക്ലിയർ ആയിട്ട് തരാം കേട്ടോ. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത പ്രൈമറി പൊല്യൂട്ടൻസ് ആണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ, CFC. CFC എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ റെഫ്രിജറേറ്ററിൽ നിന്നൊക്കെ പുറത്തേക്ക് തള്ളപ്പെടുന്ന ഒരു വാതകമാണ് CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ. ക്ലോറിൻ ഉണ്ട്, ഫ്ലൂറിൻ ഉണ്ട്, കാർബൺ ഉണ്ട്. അതാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്നത്. റിലീസ്ഡ് മെയിൻലി ഫ്രം എയർ കണ്ടീഷനിങ് സിസ്റ്റം ആൻഡ് റെഫ്രിജറേറ്റർ. AC-യിൽ നിന്നും റെഫ്രിജറേറ്ററിൽ നിന്നും ഒക്കെ പുറന്തള്ളപ്പെടുന്ന ഒരു വാതകമാണ് CFC എന്ന് പറയുന്നത്. ഇപ്പൊ CFCക്ക് പകരം റെഫ്രിജറേറ്ററിലും AC-യിലൊക്കെ യൂസ് ചെയ്യുന്നത് HCFC ആണ്, ഹൈഡ്രോ ക്ലോറോ ഫ്ലൂറോ കാർബൺ. അതും പ്രശ്നക്കാരനാണെന്ന് ഇപ്പൊ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ CFCനെ റീപ്ലേസ് ചെയ്താണ് HCFC. അതും പ്രശ്നക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഗ്രീൻ ഹൗസ് ഇഫക്ട്, ഓസോൺ ഡിപ്ലീഷൻ ഒക്കെ പറയുമ്പോൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് അത് പറയും. ഓക്കെ, അപ്പൊ CFC റിലീസ്ഡ് മെയിൻലി ഫ്രം എയർ കണ്ടീഷനിങ് സിസ്റ്റം ആൻഡ് റെഫ്രിജറേറ്റേഴ്സ്. വെൻ റിലീസ്ഡ് ഇൻ ടു എയർ, അത് എയറിലേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ CFC ഈസ് റേസ് ടു ദി സ്ട്രാറ്റോസ്ഫിയർ. ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് തള്ളപ്പെട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇത് നേരെ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് പോകും. വേർ ദേ കം ഇൻ കോൺടാക്ട് വിത്ത് ഫ്യൂ അതർ ഗ്യാസസ്. എന്നിട്ട് എന്ത് ചെയ്യും, അത് മറ്റു ചില ഗ്യാസുകളുമായിട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യും, വിച്ച് ലീഡ് ടു റിഡക്ഷൻ ഓഫ് ഓസോൺ ലെയർ. എന്നിട്ട് അത് ഓസോൺ ലെയറിനെ ഡിപ്ലീറ്റ് ചെയ്യും. മറ്റു വാതകങ്ങളുമായിട്ട് കൂടെ ചേർന്നിട്ടാണ് അത് ഓസോൺ ലെയർ ഡിപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി CFC ഇറ്റ്സെൽഫ് എന്താണ്, പ്രശ്നക്കാരനാണ്. മറ്റു വാതകങ്ങളുമായി ചേർന്ന്, അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് സെക്കൻഡറി പൊല്യൂട്ടന്റ് ആയില്ലേ എന്ന്. അല്ല, അത് പ്രൈമറി പൊല്യൂട്ടന്റ് തന്നെയാണ്, അത് സെക്കൻഡറി പൊല്യൂട്ടന്റ് ആയിട്ട് പ്രവർത്തിക്കും എന്നുള്ളതാണ്. അത് മറ്റ് എന്താണ് ഗ്യാസുകളുമായി ചേർന്നിട്ട് അത് എന്ത് ചെയ്യും, ഓസോൺ ലെയറിനെ റെഡ്യൂസ് ചെയ്യും. ഇനി എന്തുകൊണ്ടാണ് അന്റാർട്ടിക്കയിൽ ഈ ഓസോൺ ലെയർ കൂടുതൽ കാണുന്നത്? ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഉള്ളത് അന്റാർട്ടിക്കയിലാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അവിടെ അത് കാണുന്നത്? അവിടെ ആരും താമസിക്കുന്നില്ലല്ലോ. എന്താണ്? അന്തരീക്ഷത്തിൽ മഞ്ഞ് കണങ്ങൾ ഉള്ളതുകൊണ്ട്. അപ്പൊ ഇവിടെയുള്ള CFC ഒക്കെ എങ്ങനെയായിരിക്കും അവിടെ എത്തിയിട്ടുണ്ടാവുക? അതായത് ഈ വിൻഡിന്റെ ഒരു സർക്കുലേഷൻ ഉണ്ടല്ലോ, വിൻഡിന്റെ സർക്കുലേഷൻ എപ്പോഴും ഈ അന്റാർട്ടിക്കൻ റീജിയനിലേക്കാണ്. അപ്പൊ നമ്മൾ ഈ കാറ്റ് വഴി നമ്മൾ ഇവിടുന്ന് പുറന്തള്ളുന്ന CFCകളൊക്കെ പോയിട്ട് ഡെപ്പോസിറ്റ് ആവുന്നത് എവിടെയാണ്? അന്റാർട്ടിക്കയിലാണ്. അതുകൊണ്ടാണ് ഒരു മനുഷ്യന് പോലും ഇല്ലാത്ത അന്റാർട്ടിക്കയിൽ എന്തുണ്ടാവുന്നത്, ഓസോൺ ലെയറിന് ഡിപ്ലീഷൻ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ചൂടെ, അന്റാർട്ടിക്കയിൽ ഒരു മനുഷ്യൻ പോലും ഇല്ല, അവിടെ CFC വരേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ എങ്ങനെയാണ് അവിടെ മാത്രം ഹോള് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇവിടുന്ന് പുറന്തള്ളുന്ന CFC ഒക്കെ പോയിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നത് വിൻഡിന്റെ ഒരു ഇത് വഴി എന്താണ് അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നത് എവിടെയാണ്? അന്റാർട്ടിക്കൻ റീജിയനിലാണ്. അതുകൊണ്ടാണ് ആ റീജിയനിലാണ് ഓസോൺ ലെയറിന് ഏറ്റവും കൂടുതൽ ഡിപ്ലീഷൻ ഉള്ളത്. അതിങ്ങനെ വളരെ എന്താണ് വികസിച്ച് വരുന്നത് അന്റാർട്ടിക്കൻ റീജിയനിലാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ അത് മെഷർ ചെയ്യുന്ന ഒരു മെത്തേഡ് ഒക്കെ ഉണ്ട്, ഡോപ്സൺസ് മീറ്ററിൽ എന്തോ ആണ്, അത് ഡോപ്സൺസ് മീറ്റർ ആണെന്ന് തോന്നുന്നുണ്ട്, ഇഫ് ഐ എം നോട്ട് റോങ്. നമ്മൾ ഓസോൺ ലെയറിന്റെ ആ ഒരു ഡിപ്ലീഷന്റെ ആ തിക്നെസ് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷർമെന്റ് ആണത്. ഓക്കെ, അപ്പോൾ ക്ലോറോ ഫ്ലൂറോ കാർബൺ പറഞ്ഞു, അതും എന്ത് തന്നെയാണ്, പ്രൈമറി പൊല്യൂട്ടന്റ് ആണ്. ഇനി അടുത്തൊരു പ്രൈമറി പൊല്യൂട്ടന്റ് ആണ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്. വോളറ്റൈൽ എന്ന് വെച്ചാൽ എന്താണ്? വോളറ്റൈൽ മെമ്മറി നമ്മൾ കമ്പ്യൂട്ടറിൽ പഠിക്കുന്നുണ്ട്. അതെന്താ വോളറ്റൈൽ മെമ്മറി? കമ്പ്യൂട്ടറിന്റെ ക്ലാസ് കിട്ടിയിട്ടില്ല അല്ലെ?
നശിച്ചു പോകുന്നത് പോകാത്തത്. അതായത് പെട്ടെന്ന് നമുക്ക് ആ സാധനം സ്റ്റോറേജ് ചെയ്തിട്ടുണ്ടാവും അത്. ഒന്നല്ലേ നശിച്ചു പോകുന്നത് തന്നെയാണ് ഏകദേശം അർത്ഥം. എന്താണ്? അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിസ്റ്റത്തിൽ, പെട്ടെന്ന് നമ്മുടെ സിസ്റ്റം ഓഫായി പോയി. അപ്പൊ ആ ചെയ്ത സാധനങ്ങളൊക്കെ ഡിലീറ്റ് ആയി പോകുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് എവിടെയായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക? വൊളറ്റൈൽ മെമ്മറിയിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അതാണ് വൊളറ്റൈൽ എന്ന് പറയുന്നത്. ഇവിടെ എൻവയൺമെന്റിന്റെ കേസിൽ വൊളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് ഇവാപ്പറേറ്റ് ആവുന്നതാണ് വൊളറ്റൈൽ എന്ന് പറയുന്നത്. വൊളറ്റൈൽ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ആവുന്നത്. ഇവാപ്പറേറ്റ് ആവുന്ന വെച്ചാൽ എന്താണ്? നീരാവിയായി പോകുന്നത്. ഓക്കെ. A group of chemicals that can evaporate into air and are found in many products including paint, അതുപോലെ തന്നെ ഡിയോഡറന്റുകൾ, വാർണിഷ്, വാക്സ്, ക്ലീനിങ് പ്രോഡക്റ്റുകൾ ഒക്കെ എന്താണ്? വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അത് നമ്മൾ വിചാരിക്കും പുറത്താണ് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉള്ളതെന്ന്. ഇൻഡോർ പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂം, അതുപോലെ തന്നെ നമ്മുടെ റൂം സ്പ്രേകൾ, പിന്നെ വാർണിഷ്, പെയിന്റ്, പിന്നെ ഇങ്ങനെയുള്ള വസ്തുക്കൾ, വാക്സ്, ഇങ്ങനെയുള്ള സാധനത്തിന്റെയൊക്കെ മണം ഉണ്ടല്ലോ, അത് നമ്മൾ യൂസ് ചെയ്യുന്ന കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾ, ഇതിനകത്തൊക്കെ എന്താണ്? ഒരു വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഉണ്ട്. അത് എങ്ങോട്ടാണ് റിലീസ് ചെയ്യപ്പെടുന്നത്? നമ്മുടെ ഈ റൂമിനകത്തേക്കാണ്. അപ്പൊ എപ്പോഴും പറയാ ഇൻഡോർ പൊല്യൂഷൻ ആണ് ഔട്ട്ഡോർ പൊല്യൂഷനേക്കാൾ കൂടുതലെന്ന്. കാരണം ചെറിയൊരു റൂമിനകത്ത്, പിന്നെ റെഫ്രിജറേറ്റർ ഒബ്വിയസ്ലി അതിനകത്തുനിന്നുള്ള വാതകം, എ സിയുടേത് കുറെ പുറത്തേക്കാണ് പോകുന്നത്, എന്നാലും അകത്തേക്കും ഉണ്ട്. അപ്പൊ ഈ പറയുന്ന സാധനങ്ങളൊക്കെ എവിടെയാണ്? നമ്മുടെ റൂമിനകത്താണ്. അപ്പൊ നമ്മുടെ റൂമിനകത്ത് തന്നെ ശരിക്കും പൊല്യൂട്ടഡ് ആണ്. നമ്മൾ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. പൊല്യൂഷന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മുടെ വീടിനകത്ത് തന്നെയുണ്ട്. ഇപ്പൊ നമ്മുടെ ഗ്യാസ് കത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന പുകയല്ല, ആ ഒരു ഫ്ലെയിം ഉണ്ടല്ലോ, അതൊക്കെ എന്താണ്? നമ്മുടെ റൂമിനകത്തുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയും, നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോഴും നമ്മൾ സ്മെല്ലുള്ളത് നോക്കിയാൽ വാങ്ങിക്കുക. സോപ്പ് ആയിക്കോട്ടെ, പിന്നെ അതുപോലെ തന്നെ ക്രീമുകളായിക്കോട്ടെ, ഇതൊക്കെ നല്ല സ്മെല്ലുള്ളത് നോക്കി വാങ്ങിക്കും. നല്ല സ്മെല്ലുള്ളതെന്ന് പറയുമ്പോൾ അത്രയും കെമിക്കൽ കൂടിയതെന്നാണ്. അപ്പൊ അതുകൊണ്ട് ഓർഡർലെസ്, നിങ്ങൾ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറോ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള സോപ്പോ ഒക്കെ ആണെങ്കിൽ അതിനൊരു മണവും ഉണ്ടാവില്ല, അധികം പതയും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അയ്യോ ഇതെന്താ ഇങ്ങനെ ഇരിക്കണേന്ന്. അപ്പൊ കാരണം നമുക്ക് നല്ല സോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ചന്ദ്രികയൊക്കെയാണ് അല്ലെ, ഒടുക്കത്തെ മണവും ഒടുക്കത്തെ പതയും. അത് നമ്മുടെ ശരീരത്തിന് ഒട്ടും നല്ലതല്ല. അപ്പൊ ഈ സ്മെല്ല്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താണ്? ഇതൊക്കെ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ടുകളാണ്. ഇതെന്താണ്? ഇത് നേരെ അന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ റൂമിനകത്തേക്കാണ് പോകുന്നത്. ഇതൊക്കെ ഇൻഡോർ പൊല്യൂഷന് കാരണമായ ഒരു കാര്യം കൂടിയാണ്. ഇത് നമ്മൾ ജനൽ തുറന്നിടുന്ന കഴിയുമ്പോഴത്തേക്ക് എന്താണ്? റൂമിന്റെ പുറത്തേക്ക് പോയി, അത് അന്തരീക്ഷത്തിലേക്ക് പോയി. ഓക്കെ. Exposure to VOC, അതായത് volatile organic compound, vapors can cause a variety of health effects, including eye, nose and throat irritation. Eye irritation, nose irritation, throat irritation ഇതൊക്കെ ഉണ്ടാവും. ഹെഡേക്ക് ഉണ്ടാവും. ലോസ് ഓഫ് കോർഡിനേഷൻ ഇല്ലാതിരിക്കുക, അതായത് നമ്മുടെ ബോഡി ബാലൻസ് ഒക്കെ നഷ്ടപ്പെടുക. ഇതൊക്കെ ഹൈ എമൗണ്ടിൽ വന്നാലാണ് നോസിയ, വൊമിറ്റ് ചെയ്യാൻ വരിക. അതായത് നമ്മൾ ഈ അടച്ചിട്ട റൂമിലേക്ക് ഭയങ്കരമായിട്ടുള്ള പെർഫ്യൂം യൂസ് ചെയ്ത ഒരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയില്ല, അയ്യോ തല ഇങ്ങനെ പെരുത്ത് വരുന്ന ഒരു അവസ്ഥ വരില്ലേ? അതൊക്കെ ഈ പറയുന്ന വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്. കാരണം പെർഫ്യൂമിലൊക്കെ ഈ VOC ഉണ്ട്. അപ്പൊ അത് ഭയങ്കര ഹൈ എമൗണ്ടിലുള്ളതാണെങ്കിൽ നമുക്ക് നോസിയ, വൊമിറ്റ് ചെയ്യാൻ വരിക, അങ്ങനത്തെ ഒക്കെ ടെൻഡൻസി ഉണ്ടാവും. ഡാമേജ് ടു ലിവർ, അത് ഭയങ്കര ഹൈ എമൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ലിവറിന് ഡാമേജ് ഉണ്ടാവും, കിഡ്നി ഡാമേജ് ഉണ്ടാവും. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്, CNS, സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ നാഡി നരമ്പുകളെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ VOC. VOC can also contribute to the formation of ground level ozone. ഗ്രൗണ്ട് ലെവൽ ഓസോൺ എന്ന് പറയുന്നത് എന്താണ്? സ്ട്രാറ്റോസ്ഫറിക് ഓസോൺ അല്ലെ. ട്രോപ്പോസ്ഫിയറിലാണ് ഓസോൺ കാണപ്പെടേണ്ടത്. സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു പൊല്യൂട്ടന്റ് ആണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഗ്രൗണ്ട് ലെവൽ ഓസോണിന് കാരണമാവുകയും ചെയ്യും എന്ത്? VOC. ഓക്കെ. അടുത്ത ഒരു പ്രൈമറി പൊല്യൂട്ടന്റ് ആണ് ലെഡ്. ഈ ലെഡ് അടങ്ങിയ, ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ കോസ്മെറ്റിക് പ്രോഡക്ട്സുകളിൽ ഒക്കെ എന്താണ് ഏറ്റവും കൂടുതലുള്ളത്? ലെഡാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സോഫ്റ്റ് ഡ്രിങ്കുകളിലൊക്കെ ലെഡിന്റെ അംശം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ലെഡ് അതുപോലെ തന്നെ ഏറ്റവും അത് അകത്തേക്ക് വരുന്നതാണ്. പുറത്തേക്ക് ഈ അറ്റ്മോസ്ഫിയറിലേക്ക് ലെഡ് വരാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണ്? പെട്രോളിൽ ലെഡ് ഉണ്ട്. അതായത് ഇത് കുറച്ചും കൂടെ ഈസി ആയിട്ട് കമ്പഷൻ നടക്കാൻ വേണ്ടിയിട്ട് ലെഡ് ചേർക്കും. പക്ഷെ ഇപ്പോൾ അൺലെഡഡ് പെട്രോൾ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ഉണ്ട് അല്ലെ. അൺലെഡഡ് പെട്രോൾ, ലെഡ് ചേർക്കാത്ത പെട്രോൾ ഉണ്ട്. അതെന്താണ്? അന്തരീക്ഷത്തിന് കുഴപ്പമില്ല. കാരണം ലെഡ് ചേർത്ത പെട്രോൾ എന്താണ്? ഇത് കത്തുന്ന സമയത്ത്, ഈ പെട്രോൾ കത്തുന്ന സമയത്ത് ഈ ഇതൊക്കെ ചേർത്ത ലെഡ് എന്താവും? അന്തരീക്ഷത്തിലേക്ക്. അതാണ് ഒരു പൊല്യൂട്ടന്റ് ആണ്.
പ്രസന്റ് ഇൻ പെട്രോൾ, ഡീസൽ, ലെഡ് ബാറ്ററീസ് അല്ലെ, നമ്മുടെ ലെഡ് ബാറ്ററികൾ ഉണ്ടല്ലോ, അതിനകത്തുനിന്ന് ലെഡ് വരാം. പിന്നെ പെയിന്റ്, ഹെയർ ഡൈ പ്രോഡക്റ്റ്, ഹെയർ ഡൈയിലൊക്കെ എന്താണ് ലെഡ് ചേർന്നിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ളതിൽ നിന്നൊക്കെ എന്താണ് ലെഡ് അന്തരീക്ഷത്തിലേക്ക് പോവാം. ഇതും എന്താണ് വലിയ ക്യാൻസറിനൊക്കെ കാരണമാകുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ്, ഒരു എലമെന്റും കൂടിയാണ് ലെഡ് എന്ന് പറയുന്നത്. അപ്പൊ ലെഡ് പെട്രോളിലുണ്ട്, ഡീസലിലുണ്ട്, പിന്നെ ലെഡ് ബാറ്ററികളിലുണ്ട്, പെയിന്റിലുണ്ട്, ഹെയർ ഡൈയിലുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് സാധനം വാങ്ങിക്കുമ്പോഴും ഇങ്ങനെയുള്ള അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാം ഉണ്ടാവും. അപ്പോൾ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻവയൺമെന്റിനെ കുറേയൊക്കെ എന്താണ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയാം. അടുത്തത് നൈട്രജൻ ഓക്സൈഡുകളാണ്. നൈട്രജൻ ഓക്സൈഡ് എന്ന് പറയാൻ കാരണം എന്താണ്, നൈട്രജന്റെ വിവിധ ഓക്സൈഡുകൾ ഉണ്ട്. സിഒയിലും അതെ, പെട്രോളിൽ ഇതെല്ലാം ഉണ്ട്. ലെഡ് ചേർക്കുന്നത് ഇത് പെട്ടെന്ന് കത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നൈട്രജൻ ഓക്സൈഡ് എന്ന് പറയാൻ കാരണം നൈട്രജൻ ഡൈഓക്സൈഡും ഉണ്ട്, നൈട്രജൻ മോണോക്സൈഡ് ഉണ്ട്, നൈട്രജൻ ട്രൈ ഓക്സൈഡ് ഉണ്ട്, ഇങ്ങനെ പല ഓക്സൈഡുകൾ ഉണ്ട്. അപ്പൊ നൈട്രജന്റെ ഓക്സൈഡുകൾ എന്ന് പറയുമ്പോൾ NO വരാം, നൈട്രജൻ മോണോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് NO2, നൈട്രജൻ ട്രൈ ഓക്സൈഡ് NO3, ഇതൊക്കെ വരാം. ഓക്കെ, ഇറ്റ് ഈസ് നൈട്രജൻ ഓക്സൈഡ്, ഇറ്റ് കോസസ് സ്മോഗ് ആൻഡ് ആസിഡ് റെയിൻ. എന്താ സ്മോഗ് എന്ന് പറയുന്നത്? മൂടൽമഞ്ഞ്. സ്മോക്കും ഫോഗും. ഫോഗ് എന്താണ്? മൂടൽമഞ്ഞ്. ഈ മൂടൽമഞ്ഞും ഈ നൈട്രജന്റെ പുകയും കൂടെ ചേർന്ന് കഴിയുമ്പോൾ എന്തുണ്ടാവും? സ്മോഗ് ഉണ്ടാവും. ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ടൗണുകളിലാണ്. കാരണം ഏറ്റവും കൂടുതൽ പുകയുള്ളത് എവിടെയാണ്? ടൗണിലാണ്. അപ്പൊ നമ്മൾ ടൗണിലൊക്കെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇപ്പൊ ഒരു ഡിസംബർ സമയമൊക്കെ ആണെങ്കിൽ ഈ മഞ്ഞുള്ള സമയത്ത് ഇതിന്റെ പുകയും കൂടെ ചേർന്നിട്ട് ഒരു പ്രത്യേക തരം ഒരു മൂടൽ പോലത്തെ ഒരു അവസ്ഥ വരും. മൂടൽമഞ്ഞല്ല, മൂടൽമഞ്ഞ് വലിയ പ്രശ്നമൊന്നുമില്ല, മഞ്ഞ് മാത്രമല്ലേ. പക്ഷെ ഇതെന്താണ്, ഈ പുകയും ഈ മഞ്ഞും കൂടെ ചേർന്നിട്ട് മിക്സ് ആയിട്ടൊരു വല്ലാത്തൊരു ഇത് കാണും. അപ്പൊ ഈ കറുത്ത പുകയാണെങ്കിൽ ഈ കറുത്ത പുകയും ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ട് എന്താണ് നമുക്ക് ഇങ്ങനെ അന്തരീക്ഷത്തിൽ കാണാൻ പറ്റും. ഓക്കെ, അതിനെയാണ് സ്മോഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്? ആസിഡ് റെയിൻ എന്താണ്? അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ മഴയുടെ താഴേക്ക് എത്തും. എന്ത് ആസിഡ് ആയിരിക്കും അപ്പോ താഴേക്ക് വരുന്നത്? വെറുതെ ചോദിച്ചാണ്. അതും നൈട്രിക് ആസിഡ്. വെരി ഗുഡ്. അപ്പൊ നൈട്രജന്റെ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ NO2. ഈ NO2 അന്തരീക്ഷത്തിലുള്ള വെള്ളം അല്ലെ, H2O ആയിട്ട് ചേരുമ്പോൾ എന്താവും? HNO3, നൈട്രിക് ആസിഡ് ആവും. ഇനി സൾഫർ ഡയോക്സൈഡ് ആണെങ്കിലോ SO2, എന്ത് ആസിഡ് ആയിരിക്കും? സൾഫ്യൂരിക് ആസിഡ്. H2SO4. ഈ രണ്ടെണ്ണമാണ് ആസിഡ് റെയിനിൽ കാണുന്നത്. അതായത് ഈ ഭയങ്കര പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റികളിലൊക്കെ ആദ്യത്തെ മഴ കൊള്ളരുതെന്ന് പറയും. കാരണം എന്താണ്? ഈ അന്തരീക്ഷത്തിൽ ഈ നൈട്രജൻ ഡയോക്സൈഡും സൾഫർ ഡയോക്സൈഡും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പൊ ഈ മഴ പെയ്യുന്ന സമയത്തുമായി ചേർന്നിട്ട് വരുന്ന മഴ എന്തായിരിക്കും? ആസിഡ് റെയിൻ ആയിരിക്കും. അപ്പൊ അത് പല സ്കിൻ ഡിസീസ് ഒക്കെ ഉണ്ടാക്കും. സൾഫ്യൂരിക് ആസിഡും HNO3 ഒക്കെ നമ്മുടെ ശരീരത്തിൽ സ്കിന്നുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ പലതരം സ്കിൻ ഡിസീസ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഭയങ്കര പൊല്യൂട്ടഡ് ആയിട്ടുള്ള ടൗണിലെ ആദ്യത്തെ മഴ കൊള്ളരുതെന്ന് പറയുന്നത്. ആ ആദ്യത്തെ മഴയിൽ ഈ കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ എന്താണ് താഴത്തോട്ട് പോവും. ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അന്തരീക്ഷം ഒന്ന് ക്ലീൻ ആവില്ല. അതിന്റെ കാരണം എന്താണ്? പൊടി, ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഈ വെള്ളമായിട്ട് ചേർന്ന് താഴത്തേക്ക് പോകും. ഇനി ഇതിന്റെ ഒരു പ്രശ്നം എന്താണ്? ഇത് താഴത്തേക്ക് വന്നു എന്ന് വിചാരിച്ചോ, ഇനി അത് എന്താവും? ഈ ആസിഡ് റെയിൻ താഴത്തോട്ട് വന്നു. ഇനി ഇതെന്താ സംഭവിക്കുന്നതിന്? ഈ വെള്ളം എവിടേക്ക് പോവും? അടുത്ത ജലാശയത്തിലേക്ക് പോവില്ലേ? അപ്പൊ അതെന്താക്കും? വാട്ടർ പൊല്യൂഷന് കാരണമാവും. മനസ്സിലായില്ലേ? ഇതൊരു സൈക്കിളാണ്. അതായത് പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സൈക്കിളാണ്. ഇത് നമുക്ക് ഒരിക്കലും ഇത് ഒരു തവണ പൊല്യൂഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് ഒരു ലൂപ്പാണിത്. ഓക്കെ, എവിടെയാണ് നമ്മൾ പറഞ്ഞത്? HNO3, നൈട്രജൻ ഓക്സൈഡ് അല്ലേ. അപ്പോൾ ആസിഡ് റെയിൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ബേണിംഗ് ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ, ഫ്യൂവൽ എന്ന് പറയുമ്പോൾ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോൾ, അപ്പോഴാണ് നൈട്രജൻ ഓക്സൈഡുകൾ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് സൾഫർ ഡയോക്സൈഡ്, പ്രൊഡ്യൂസ്ഡ് ഫ്രം ബേണിംഗ് കോൾ ആണ്, COAL, കോള്, കൽക്കരി. മെയിൻലി ഇൻ തെർമൽ പവർ പ്ലാന്റ്. എന്താ തെർമൽ പവർ പ്ലാന്റ്? താപനിലയങ്ങൾ.
താപനിലയങ്ങൾ അല്ലെ. താപനിലയത്തിൽ അതിന് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന പെട്രോളും ഡീസലും എന്നല്ല, കാരണം അത്രയും വലിയ താപനിലയത്തിന് പെട്രോളും ഡീസലൊന്നും മുതലാവില്ല. അപ്പൊ എന്തായിരിക്കും, കൽക്കരി ആയിരിക്കും ഉപയോഗിക്കുക. പണ്ട് നമ്മുടെ ട്രെയിനിലൊക്കെ കൽക്കരി ആയിരുന്നില്ലേ, അപ്പൊ കൽക്കരിയാണ് താപനിലയങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ അവിടെ കത്തിക്കുന്ന, അവിടെ വെള്ളം ചൂടാക്കാൻ വേണ്ടി കത്തിക്കുന്നത്, താപനിലയത്തിൽ ഈ തെർമൽ പവർ പ്ലാന്റിൽ ഈ വെള്ളം ചൂടാക്കിയിട്ട് ആ നീരാവി ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ഈ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ഈ കോളാണ് യൂസ് ചെയ്യുക. അപ്പൊ ഈ കത്തിക്കുന്ന കോളിൽ നിന്നാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, സൾഫർ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇതും എന്തിന് കാരണമാവും, നേരത്തെ പറഞ്ഞ പോലെ സ്മോഗിനും ആസിഡ് റെയിനും കാരണമാവും. നേരത്തെ നമ്മൾ നൈട്രിക് ആസിഡ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ എന്താണ്, സൾഫ്യൂരിക് ആസിഡ് H2SO4. പിന്നെ അതുപോലെ തന്നെ ഇത് ലങ് ഡിസീസിനൊക്കെ കാരണമാകും എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. ഇത്രയും ഓക്കെ ആണല്ലോ. ഇതിങ്ങനെ നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈസി ആവും. ഓക്കെ ആണല്ലോ. ഇനി ടൈപ്സ് ഓഫ് സെക്കൻഡറി പൊല്യൂട്ടൻസ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാം പ്രൈമറി ആണ്. ഇനി പറയാൻ പോകുന്നത് സെക്കൻഡറി പൊല്യൂട്ടൻസ് ആണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണം സ്മോഗ് ആണ്. സ്മോഗ് എന്താണ്, സ്മോക്കും ഫോഗും കൂടെ ചേർന്നിട്ടാണ് അല്ലെ. അപ്പൊ സ്മോക്കും ഫോഗും കൂടെ ചേരുക എന്ന് പറയുമ്പോൾ അതെന്താണ്, അത് സെക്കൻഡറി ആയി. അപ്പൊ അതാണ് സെക്കൻഡറി പൊല്യൂട്ടന്റിൽ ഒരെണ്ണം സ്മോഗ് ആണ്. യെസ്, ലണ്ടൻ സ്മോഗ് കേൾക്കുന്നുണ്ടല്ലോ. അതാണ് പറയാൻ പോകുന്നത്. നമുക്ക് പറയാൻ പറ്റൂലേ? സോറി, ചോദിച്ചോളൂ. ലണ്ടൻ സ്മോഗ്. ഓക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റൂല, നമ്മൾ സൾഫറസ് ഓർ ലണ്ടൻ സ്മോഗ് ഓർ റെഡ്യൂസിങ് സ്മോഗ്. അതെന്താണ്, സ്മോഗിന് എക്സാമ്പിൾ ആണ്. രണ്ട് തരം സ്മോഗുകളാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് സൾഫറസ് ഓർ ലണ്ടൻ ഓർ റെഡ്യൂസിങ് ഇത്. അപ്പൊ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി, SLR സൾഫറസ്, ലണ്ടൻ, റെഡ്യൂസിങ്. SLR 3 പേരുകളുണ്ട്. ഏത് പേര് ചോദിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് ഇതിൽ ഏത് എന്താണ്, ഏതെങ്കിലും ഒരു ഇത് കൊടുത്തിട്ട് ഇതിനകത്ത് ഏതാണ് എന്ന് ചോദിക്കും. അപ്പോൾ ഓപ്ഷനിൽ സൾഫറസ് സ്മോഗ്, ലണ്ടൻ സ്മോഗ്, റെഡ്യൂസിങ് സ്മോഗ്, വേറെ എന്തെങ്കിലും ഒരു സ്മോഗും കൊടുത്തിട്ട് 1 and 2 ഓൺലി, 1 and 2, 1, 2, 3 അങ്ങനെയൊക്കെ കൊടുക്കും. അപ്പൊ അങ്ങനെ മനസ്സിലാവണമെങ്കിൽ ഇതിന്റെ പേരുകൾ 3 പേരുകൾ നമുക്ക് അറിഞ്ഞാലാണ് നമുക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഒരേ സാധനത്തിന് തന്നെ ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ നമ്മൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇതിന്റെ മറ്റു പേരുകളൊക്കെ ചേർക്കും. അപ്പൊ നമുക്ക് ആ മറ്റു പേര് അറിയില്ലെങ്കിൽ അവിടെ നമ്മൾ പെട്ടുപോകും. അപ്പൊ എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ ഇവര് എങ്ങനെയൊക്കെ ടഫാക്കാൻ നോക്കുക, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ നോക്കോ അതൊക്കെ ചെയ്യും. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇതിനൊക്കെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. വലിയ ഡീലൊന്നും ഇല്ല. നമുക്ക് 1-2 ചോദ്യപേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഒരു സംഭവം മനസ്സിലാവും. അത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് നീങ്ങിയാൽ പോരെ. അപ്പൊ അതിനകത്ത് വലിയൊരു മാറ്റമൊന്നുമില്ല. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടും എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. അതല്ലാതെ പലരും ഞാൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, വലിയ ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങിച്ചു വെച്ചിട്ട് അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും തിയറി. എന്നിട്ട് പറയും ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ തിയറി കുറേ പഠിച്ചുകൊണ്ടിരിക്കും. തിയറി പഠിച്ചുകൊണ്ടിരിക്കുക ഒരിക്കലും ഞാൻ പറയില്ല നിങ്ങൾ ഒരുപാട് തിയറി ഒരിക്കലും പഠിക്കരുത്. കാരണം ഇത് നിങ്ങൾ സിവിൽ സർവീസ് എക്സാം ഒന്നല്ല എഴുതുന്നത്. സിവിൽ സർവീസിന് നമ്മൾ എത്ര തിയറി പഠിച്ചാലും ഇതാവില്ല. പക്ഷെ അവിടെ ബൈ ഹേർട്ടിംഗ് അല്ല. അപ്പൊ അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ കുറേ തിയറി പഠിക്കുക എന്നുള്ളതല്ല, നമ്മൾ പഠിക്കുന്ന സാധനം എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ രാവിലെ മുതൽ ഇരുന്നിട്ട് ഇപ്പൊ ഞാൻ പറയട്ടെ, ഓരോ ടോപ്പിക്കിനും ഇതിന് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകൾ ഉണ്ട്. ഇപ്പൊ എൻവയൺമെന്റിന് നമുക്ക് സിവിൽ സർവീസിന് ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് മജീദ് ഹുസൈനിയുടെ ടെക്സ്റ്റ് ആണ്. ജോഗ്രഫിയുടെ ടെക്സ്റ്റ് എഴുതിയിട്ടുള്ള മജീദ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു റൈറ്റർ ഉണ്ട്. ജോഗ്രഫിയുടെ ഒക്കെ സിവിൽ സർവീസിന് റെഫർ ചെയ്യുന്ന ടെക്സ്റ്റ് മജീദ് ഹുസൈനിന്റെ ടെക്സ്റ്റ് ആണ്. ആ മജീദ് ഹുസൈൻ തന്നെ എഴുതിയ ഒരു ടെക്സ്റ്റ് ഉണ്ട് എൻവയൺമെന്റിന്. അത് ഒരു 100-800 പേജ് ഉണ്ട്. അത് നിങ്ങൾക്ക് മുഴുവൻ ഇരുന്ന് പഠിക്കാൻ പറ്റുമോ? അത് പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UGCയുടെ പാറ്റേൺ അറിഞ്ഞിട്ട് ആ പാറ്റേണിന് അനുസരിച്ചിട്ടുള്ള ഏരിയ മാത്രം പഠിക്കുക. അതായത് നമ്മൾ ഇതിനെപ്പറ്റി ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് ബാക്കി നമ്മൾ ചോദ്യപേപ്പർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ വലിയൊരു ഗൈഡ് ബുക്ക് വാങ്ങിച്ചു വെച്ചിട്ട് അതിൽ കഥ പോലെ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ഈ മെഗാ സീരിയലൊക്കെ പോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ചിലപ്പോൾ ഒരു 10, 40, 50 പേജ് തിയറി കൊടുത്തിട്ടുണ്ടാവും. അത്രയും തിയറി വലിച്ചു വാരി നമ്മൾ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇതെന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടി. ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാക്കണം കേട്ടോ. അത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു കണക്ഷനും കിട്ടില്ല, എന്താ ചോദിച്ചത് പോലും മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ എല്ലാ ടോപ്പിക്കിനെ പറ്റിയിട്ടും അത് ഞാൻ പറയും, നിങ്ങൾ ഒരു ടോപ്പിക്കിന് ഒരു 2 ദിവസം വെച്ചിട്ട് മാക്സിമം
ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന ഓർഡർ ഇല്ലേ, ക്ലാസ്സുകൾ മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓരോ ടോപ്പിക്കിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായി. ഇത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തു വെച്ചിട്ട് നിങ്ങൾ ഏതൊക്കെ ഏരിയ ആണോ പഠിച്ചത് ആ പഠിച്ച ഏരിയകൾ മാത്രം റൗണ്ട് ചെയ്തിടുക. എന്നിട്ട് ആ ചോദ്യങ്ങൾ ചെയ്ത് നോക്കാൻ ശ്രമിക്കാം. അപ്പൊ നിങ്ങൾക്ക് എവിടേക്കാണോ കിട്ടാത്തത്, അപ്പൊ ചില ക്വസ്റ്റ്യനിലൊക്കെ ചില നിങ്ങൾ ഈ ക്ലാസ്സിൽ കാണാത്ത ചില ടേമുകളൊക്കെ ഉണ്ടാവും. അതെന്ത് ചെയ്യുക, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അതിനെ പറ്റിയിട്ട് നിങ്ങൾ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടും. അതൊന്ന് എഴുതി വെക്കുക. അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ചെയ്തിട്ട് കിട്ടാത്തത് അത് എഴുതി പോവുക. അങ്ങനെയാണ് ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അത് ഓരോ ടോപ്പിക്കിൽ ഇങ്ങനെ ചെയ്യാം. മനസ്സിലായില്ല? അതല്ലാതെ തിയറി എടുത്തു വെച്ച് കുറേ ദിവസം ഇരുന്ന് പഠിച്ച് അത് റിവൈസ് ചെയ്യണം. ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ മൈൻഡ് മാപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക. അതായത് പെട്ടെന്ന് ഓടിച്ചിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ ഈ പൊല്യൂട്ടൻസിന്റെ മൈൻഡ് മാപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ പൊല്യൂട്ടൻസ് എന്ന് നടുക്ക് എഴുതുക. എന്നിട്ട് 2 വര വരയ്ക്കുക. പ്രൈമറി, സെക്കൻഡറി. പ്രൈമറിയുടെ താഴെ നമ്മൾ ഈ പറഞ്ഞതെല്ലാം എഴുതുക, സെക്കൻഡറിയുടെ താഴെ നമ്മൾ ഈ പറഞ്ഞതെല്ലാം എഴുതുക. അതിന്റെ ഓരോ എക്സാമ്പിൾ ഓരോ ഹൈഫൻ ഇട്ടിട്ട് എഴുതി പോവുക. ഇതിങ്ങനെ ഓരോ കുഞ്ഞു കാർഡുകളായിട്ട് ചെയ്യുക. ഞാൻ ചെയ്തു വെച്ചൊരു സംഭവം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിന്റെ അല്ല, എവിടെയോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമല്ലേ. ചിലപ്പോൾ അറിയാത്തവരുണ്ടാവും ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത്. എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതിപ്പോ ഞാൻ ഇവിടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് ഒരു സാധനം ക്രിയേറ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. അതായത് 1757 പ്ലാസി വാർ മുതലുള്ളത് ഇങ്ങനെ ഒരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പൊ ഇയറുകളും ആ സമയത്ത് നടന്ന ഇൻസിഡന്റുകളും മാത്രമായിട്ട് ഇങ്ങനെ ചെയ്തേക്കുന്നതാണ്. അപ്പൊ അതിങ്ങനെ ഓരോ കാർഡായിട്ട് ചെയ്യുമ്പോൾ നമുക്കിത് എളുപ്പമുണ്ട്. അപ്പൊ നമുക്കിത് നമ്മുടെ റൂമിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഇതിങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തൂക്കിയിട്ടിട്ട് കാര്യമില്ല, ഇടയ്ക്ക് എന്ത് ചെയ്യണം, അതിങ്ങനെ തുറന്നു നോക്കണം. അപ്പൊ നമ്മളിത് ഇത് തൂക്കിയിടുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിങ്ങനെ അതിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു വായിക്കാനായിട്ട് ടെൻഡൻസി വരും. അതിലൊരു ബുക്കാണ് അവിടെ വെച്ചതെന്നുണ്ടെങ്കിൽ നമുക്കത് വായിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ല, അത് വായിക്കില്ല നമ്മള്. അപ്പൊ അതാണ് ഇങ്ങനെയുള്ള മൈൻഡ് മാപ്പുകൾ പോലെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ടേബിളിൽ വെറുതെ വെക്കുക. അപ്പൊ ടേബിളിൽ അത് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതൊന്ന് നോക്കാനൊരു ടെൻഡൻസി വരും. അപ്പൊ ഇങ്ങനെ മൈൻഡ് മാപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതെന്തിനാണ്, റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ വൺസ് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലാവില്ല ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ. അതിങ്ങനെ മൈൻഡ് മാപ്പ് ആയിട്ട് ചെറിയ ഒരു വലിയ ചാർട്ട് പേപ്പർ വാങ്ങിച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുക. അപ്പൊ കട്ട് ചെയ്ത് നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ മൈൻഡ് മാപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾ 2 പഞ്ചിങ് ഹോൾ വെച്ചിട്ട് 2 ഹോൾ ഇട്ടിട്ട് എന്ത് ചെയ്യുക, അത് എവിടെയെങ്കിലും ഇങ്ങനെ തൂക്കിയിടുക നിങ്ങളുടെ റൂമിന്റെ, അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്നതിന്റെ ബെഡിന്റെ അവിടെ. അപ്പൊ ഇങ്ങനെ കിടക്കാൻ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഇതെല്ലാം ഒന്നിങ്ങനെ ഒന്ന് ടേൺ ചെയ്തിട്ട് എന്ത് ചെയ്യാം, കിടക്കാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇത് ചെയ്യുമ്പോൾ, ഇത് റുട്ടീനായിട്ട് ചെയ്യുമ്പോൾ അത് തലയിലെത്ത് കയറിക്കോളും. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കമ്മിങ് ടു ദ ടോപ്പിക്. അപ്പൊ സൾഫറസ് സ്മോഗ്, ലണ്ടൻ സ്മോഗ്, റെഡ്യൂസിങ് സ്മോഗ്. ഇറ്റ് കോസസ് ത്രോട്ട് ഇറിറ്റേഷൻ ആൻഡ് ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ്. ഇത് ത്രോട്ട് ഇറിറ്റേഷൻ, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഇതൊക്കെ ഉണ്ടാക്കുന്ന സ്മോഗ് ആണ് ലണ്ടൻ സ്മോഗ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇത് ലണ്ടൻ സ്മോഗ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് മോർ പ്രിവലന്റ് ഡ്യൂറിങ് മോർണിംഗ് അവേഴ്സ് ഓഫ് വിന്റർ സീസൺ. വിന്റർ സീസണിൽ മോർണിംഗ് ടൈമിൽ കാണപ്പെടുന്ന സ്മോഗാണ് ലണ്ടൻ സ്മോഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൾഫറസ് സ്മോഗ് അല്ലെങ്കിൽ റെഡ്യൂസിങ് സ്മോഗ്. അപ്പൊ അതിനകത്ത് സൾഫർ ഡയോക്സൈഡുകൾ കാരണമുണ്ടായ സ്മോഗും കൂടിയാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, സൾഫർ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലെ മഞ്ഞുമായി ചേർന്നിട്ടുണ്ടായ സ്മോഗാണ് സൾഫറസ് സ്മോഗ് അഥവാ ലണ്ടൻ സ്മോഗ് അഥവാ. ലണ്ടൻ പേര് വരാൻ കാരണം എന്താണ് മാം? ലണ്ടൻ വരാൻ കാരണം എന്താ? ലണ്ടൻ അത് കൂടുതൽ കാണപ്പെടുന്നത് ലണ്ടൻ റീജിയനിലാണെന്നാണ് എന്റെ ഒരു ഓർമ്മ, വായിച്ചൊരു ഓർമ്മ. ഐ എം നോട്ട് ഷുവർ, ചെക്ക് ചെയ്തിട്ട് പറയാട്ടോ. പിന്നെ മോർണിംഗ് അവേഴ്സിൽ വിന്റർ സീസണിലാണ് ഇത് കാണപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് ഫോട്ടോ കെമിക്കൽ. ഫോട്ടോ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഫോട്ടോസിന്തസിസ്. ഫോട്ടോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്താണ്? അപ്പൊ എന്താണ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് കണക്ട് ചെയ്യണം? പ്രകാശം, ലൈറ്റ്. സൺലൈറ്റ്. അപ്പൊ ഫോട്ടോ എന്ന് പറയുമ്പോൾ സൺലൈറ്റ്, ഫോട്ടോ കെമിക്കൽ എന്ന് പറയുമ്പോൾ സൺലൈറ്റിന്റെ സഹായത്തോടു കൂടി. അപ്പൊ അത് ഏത് സമയത്തായിരിക്കും? മറ്റേ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ലണ്ടൻ സ്മോഗ് 1952 ഡിസംബറിൽ നടന്നൊരു ലണ്ടൻ സ്മോഗ് ഉണ്ട്. അതൊരു ഗ്രേറ്റ് ആയിട്ട്. അതെ. അപ്പോ
അങ്ങനെ ആയിരിക്കൂല്ലേ ഈ ഒരു പേരൊക്കെ വന്നിട്ടുണ്ടാവുക. അങ്ങനെയായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഡൽഹിയിൽ കാണപ്പെടുന്ന സ്മോഗ് ഏതാണ്? അത് ഞാനൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് പറയാട്ടോ. ഡൽഹിയിൽ കാണപ്പെടുന്ന സ്മോഗ് എനിക്ക് തോന്നുന്നത് സൾഫറസ് ഓർ ലണ്ടൻ സ്മോഗ് ആണെന്നാണ് എന്റെ ഓർമ്മ. അത് ഞാൻ അതൊന്ന് ചെക്ക് ചെയ്യണേ. അതായത് അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഡൽഹിയിൽ കാണപ്പെടുന്ന സ്മോഗ് ഏതാണെന്നൊക്കെ. അത് എനിക്ക് തോന്നുന്നത് സൾഫറസ് സ്മോഗ് ആണെന്നാണ്. ഓക്കെ, ഇത് അപ്പൊ ഫോട്ടോ കെമിക്കൽ എന്ന് പറയുമ്പോൾ ഡേ ടൈമിലായിരിക്കും ഇത് കാണപ്പെടുന്നത്. കോസ്ഡ് ബൈ ഓക്സിജൻ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. അപ്പോ സൾഫറസ് സ്മോഗോ? അത് ഓക്സൈഡ്സ് ഓഫ് സൾഫർ, ഇത് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. ഫോട്ടോ കെമിക്കൽ ലോസ് ഏഞ്ചൽസ് സ്മോഗ്, ഇത് നൈട്രജന്റെ ഓക്സൈഡ് കാരണം ഉണ്ടാവുന്ന സ്മോഗ് ആണ്. ഓക്കെ, ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് വെഹിക്കുലാർ എക്സോസ്റ്റ്, വാഹനത്തിൽ നിന്നുള്ള പുക കാരണം ഉണ്ടാവുന്ന സ്മോഗ് ആണിത്. ഓക്കെ, ഫോം ഡ്യൂ ടു കെമിക്കൽ റിയാക്ഷൻ ഇൻവോൾവിംഗ് ഓസോൺ, നൈട്രജൻ ഓക്സൈഡ്, ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ ഏതാണ്? വാഹനങ്ങളുടെ എക്സോസ്റ്റ് അല്ലെ. ഞാൻ പറഞ്ഞില്ല, ഹൈഡ്രോ കാർബണുകളൊക്കെ എന്താണ്? വാഹനത്തിന്റെ ഇന്ധനം. പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ്, പാൻ, ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. അതുകൊണ്ടാണത് ഫോട്ടോ കെമിക്കൽ എന്ന് പറയുന്നത്. സൺലൈറ്റിന്റെ പ്രസൻസിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഓസോൺ, നൈട്രജൻ ഓക്സൈഡ്, ഹൈഡ്രോ കാർബൺ, പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ് ഇതെല്ലാം ചേർന്നിട്ടുണ്ടാവുന്ന സ്മോഗാണ് ലോസ് ഏഞ്ചൽ സ്മോഗ് അഥവാ ഫോട്ടോ കെമിക്കൽ സ്മോഗ്. ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്നുള്ള പേര് വരാൻ കാരണം എന്താണ്? അതിന്റെ സൺലൈറ്റിന്റെ പ്രസൻസിലാണ് അത് നടക്കുന്നത് എന്നുള്ളതാണ്. വാം സണ്ണി ഡേയ്സ്, സണ്ണി ഡേയ്സ് ആണെങ്കിലേ നടക്കുള്ളൂ, കാരണം അപ്പോഴല്ലേ സൺലൈറ്റ് ഉള്ളൂ. അപ്പൊ occurs during warm sunny days. It consists of brown hazy fumes. അപ്പൊ എനിക്ക് തോന്നുന്നത് ഡൽഹിയിലുള്ളത് ഫോട്ടോ കെമിക്കൽ സ്മോഗ് ആണോ എന്ന് ഡൗട്ട് ഉണ്ട്, കാരണം ബ്രൗൺ കളർ ഉള്ളതാണെന്ന് തോന്നുന്നുണ്ട്. അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണേ നിങ്ങൾ, ഡൽഹിയിൽ കാണപ്പെടുന്ന ഏതുതരം സ്മോഗ് ആണെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല, ഇതിൽ രണ്ടിലേതോ ഒരു സ്മോഗ്, അത് ചിലപ്പോൾ അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് ഇറിറ്റേറ്റ്സ് ഐസ് ആൻഡ് ലങ്സ് ആണ്, ലെങ്ത് അല്ല, LUNGS, ലങ്സ് ആണ് ഹൃദയം, സോറി ശ്വാസകോശം. അപ്പോ കണ്ണിന് ഇറിറ്റേഷൻ, ശ്വാസകോശത്തിന് ഇറിറ്റേഷൻ, ക്രാക്കിംഗ് ഓഫ് റബ്ബർ ക്രാക്ക് ചെയ്യും. അതായത് ഇപ്പൊ നമ്മൾ റബ്ബർ ക്രാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പം റബ്ബറൈസ്ഡ് റോഡ് ആണെങ്കിൽ റോഡിനൊക്കെ ക്രാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എക്സ്റ്റെൻസീവ് ഡാമേജ് ഓഫ് പ്ലാന്റ് ലൈഫിനൊക്കെ എന്താണ് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് ഫോട്ടോ കെമിക്കൽ അല്ലെങ്കിൽ ലോസ് ഏഞ്ചൽ സ്മോഗ് കാരണം ഉണ്ടാവുന്ന എന്താണ് എൻവയറൺമെന്റൽ ഇഷ്യൂസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡറി പൊല്യൂട്ടൻസ് ആണ് ഗ്രൗണ്ട് ലെവൽ ഓസോൺ. ഫോട്ടോ കെമിക്കൽ, അതാണ് ഞാൻ ബ്രൗൺ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. യെസ്, ഫോട്ടോ കെമിക്കൽ ആണ്. കാരണം അവിടുത്തെ സ്മോഗിന്റെ കളർ ബ്രൗൺ ആണെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ രണ്ടാമത് ബ്രൗൺ കണ്ടപ്പോഴാണ് എനിക്ക് ഫോട്ടോ കെമിക്കൽ ആണെന്നുള്ള ഡൗട്ട് വന്നത്. ഓക്കെ, അങ്ങനെയൊക്കെ ചോദിക്കാം. ഗ്രൗണ്ട് ലെവൽ ഓസോൺ എന്താണ്? ട്രോപ്പോസ്ഫിയറിൽ ഓസോൺ വന്നു കഴിഞ്ഞാൽ, ശരിക്കും ഓസോൺ എവിടെ കാണേണ്ടത്? സ്ട്രാറ്റോസ്ഫിയറിലാണ് അല്ലെ. സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് ട്രോപ്പോസ്ഫിയറിലേക്ക് ഓസോൺ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു പൊല്യൂട്ടന്റ് ആണ്. സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ ഉള്ളത് എന്താണ്? നല്ലതാണ്. Tropospheric ozone formed from photochemical reaction between two major classes of air pollutants such as VOC. VOCയും നൈട്രജൻ ഓക്സൈഡും ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ട്രോപ്പോസ്ഫെറിക് ഓസോൺ ഉണ്ടാവുന്നത്. അതെന്താണ്? അതൊരു പൊല്യൂട്ടന്റ് ആണ്. VOCs are organic compounds that easily become vapor. നമ്മൾ VOC നേരത്തെ കണ്ടു. Its major source is room deodorizer, room സ്പ്രേ, നമ്മുടെ എന്താണ് ബോഡി സ്പ്രേ, ഇതിൽ നിന്നൊക്കെ വരുന്ന VOCകളും പിന്നെ അന്തരീക്ഷത്തിലെ നൈട്രജൻ ഓക്സൈഡുകളും ചേർന്ന് കഴിയുമ്പോൾ എന്താണ്? O3 രൂപപ്പെടും. എവിടെ? നമ്മുടെ ട്രോപ്പോസ്ഫിയറിൽ. അതെന്താണ്? ഒരു പൊല്യൂട്ടന്റ് ആണ്. എങ്ങനെയാണ് ഈ ഓസോൺ രൂപപ്പെടുന്നത്? ഓസോൺ എന്ന് പറയുമ്പോൾ അതിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഓസോണിന്റെ കെമിക്കൽ ഫോർമുല എന്താണെന്ന്? O3. അപ്പോ ഒരു ഓക്സിജൻ മോളിക്യൂളിന്റെ കൂടെ ഒരു ഓക്സിജന്റെ ആറ്റം എന്ന് പറയുമ്പോൾ ഒരെണ്ണമാണ്. 2 എന്ന് വന്നു കഴിഞ്ഞാൽ അത് മോളിക്യൂൾ ആണ് അല്ലെ. അപ്പൊ O എന്ന് പറയുമ്പോൾ ആറ്റം ആണ്, O2 എന്ന് പറയുമ്പോൾ അത് മോളിക്യൂൾ ആണ്. അപ്പൊ ഒരു ഓക്സിജൻ മോളിക്യൂളിന്റെ കൂടെ ഒരു ഓക്സിജൻ ആറ്റം ചേരുമ്പോൾ എന്തുണ്ടാവും? O3 ഉണ്ടാവും, അതായത് ഓസോൺ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ ഓസോൺ ഉണ്ടാവുന്നത്? ഈ VOCയും നൈട്രജൻ ഓക്സൈഡും ഒക്കെ റിയാക്ട് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? O3 ഉണ്ടാവുന്നത്. എവിടെ? ട്രോപ്പോസ്ഫിയറിൽ ഓസോൺ ഉണ്ടായി കഴിഞ്ഞാൽ അതെന്താണ്? ഒരു പൊല്യൂട്ടന്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്തത് PAN, പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ്.
പ്രൊഡ്യൂസ്ഡ് വെൻ ഹൈഡ്രോകാർബൺ റാഡിക്കൽ റിയാക്ട്സ് വിത്ത് നൈട്രജൻ ഓക്സൈഡ്. ഹൈഡ്രോകാർബൺ റാഡിക്കൽ എന്ന് പറയുമ്പോൾ ഹൈഡ്രോകാർബൺ എന്താണ്? പെട്രോളിയം പ്രോഡക്റ്റുകളൊക്കെ. അപ്പൊ ഹൈഡ്രോകാർബൺ നിങ്ങൾ എവിടെ കണ്ടു കഴിഞ്ഞാലും പെട്രോളിയം പ്രോഡക്റ്റ് ആണെന്ന് ഓർക്കുക. അപ്പൊ ഹൈഡ്രോകാർബൺസ് നൈട്രജൻ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് പെറോക്സി അസിറ്റൈൽ നൈട്രേറ്റ്. ദേ കോസ് റെസ്പിറേറ്ററി ഡിസീസസ്. റെസ്പിറേറ്ററി ഡിസീസിന് കാരണമാകും. റീസൺ ബിഹൈൻഡ് യെല്ലോയിങ് ഓഫ് മാർബിൾ ഓഫ് താജ്മഹൽ. അത് ഞാൻ ജസ്റ്റ് ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞാണ്. പെറോക്സി അസിറ്റൈൽ നൈട്രേറ്റുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അത് വേറൊരു പോയിന്റ് ആയിട്ട് എഴുതേണ്ടതായിരുന്നു. അത് ഇതിനകത്ത് വന്നു പോയതാണ്. സൾഫർ ഡൈ ഓക്സൈഡ് കാരണമാണ് താജ്മഹലിന് മഞ്ഞപ്പ് വന്നേക്കുന്നത്. ഓക്കെ. പിന്നെ NO2 എന്ന് പറയുന്നത് ഓൺലി പൊല്യൂട്ടൻ ഗ്യാസ് ദാറ്റ് ഈസ് കളേർഡ്. ബാക്കിയുള്ള പൊല്യൂട്ടന്റുകൾ ഒന്നും കളേർഡ് അല്ല. നൈട്രജൻ ഡൈ ഓക്സൈഡ് മാത്രം കളേർഡ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഒന്ന് രണ്ട് സ്പെഷ്യൽ പോയിന്റ്സ് അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ്. നാഷണൽ എയർ ക്വാളിറ്റി ഇത്ര ഷോർട്ട് നോട്ടന്നെ കിട്ടുക അതോ വൈഡ് നോട്ടാണ് തരാ? PPT കാണിച്ചില്ലേ, അത് സെയിം ആണോ തരാ വൈഡ് ആണോ തരാ? ഇതായിരിക്കും തരിക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വലിയ നോട്ട് തന്നാല് ഒരുപാട് വലിയ നോട്ട് തരുന്നതിൽ അർത്ഥമില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന പോലെ ആയിപ്പോവും. അതായത് നമ്മളിപ്പോ എൻവയൺമെന്റിനെ കുറിച്ചിട്ട് നമ്മൾ എന്താണ് റിസർച്ച് ഒന്നും ചെയ്യാൻ പോകില്ല. നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മതി. നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിലാണ്. കുറെ നോട്ട് പഠിക്കുന്നോണ്ട് കാര്യമില്ല. ക്വസ്റ്റ്യൻ എങ്ങനെയാണോ വരുന്നത് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. മിനിമൽ ആയിട്ടുള്ള കാര്യം മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ പഠിച്ചു പോയാൽ മതി. ഓക്കെ. ക്വസ്റ്റ്യൻസ് ഫോക്കസ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം? കുറെ നമുക്ക് എങ്ങനെയൊക്കെ കിട്ടാം? ഇത് നമ്മൾ ഇനി കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ഉണ്ടാവും. പിന്നെ അതല്ലാതെ നിങ്ങൾ എന്നെ ഒന്ന് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ എന്നെ ഒന്ന് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി. ഞാനപ്പോ അയച്ചു തരാം. ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടാം. ആ ഗ്രൂപ്പിലിട്ടോ, കാരണം എല്ലാവർക്കും ക്വസ്റ്റ്യൻ വേണ്ടി വരുമല്ലോ. ഓക്കെ ഓക്കെ, ഞാൻ ഗ്രൂപ്പിലിടാം. ഞാൻ നോക്കട്ടെ ക്വസ്റ്റ്യൻസ്. ആർക്കും 1-2 പേർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടാം. ഓക്കെ ഓക്കെ. അപ്പം ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് ഫോർ മോണിറ്റർ എയർ പൊല്യൂഷൻ ആണ്. എയർ പൊല്യൂഷൻ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ കുറച്ച് ഇനീഷ്യേറ്റീവുകൾ ഉണ്ട്. അതായത് സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള കുറച്ച് ഇനീഷ്യേറ്റീവുകൾ ഉണ്ട് എയർ പൊല്യൂഷൻ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. മോണിറ്റർ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? അതിനെ ഒന്ന് മോണിറ്ററിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ അതിനെ നോക്കുക അല്ലെ, അതിനെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യാന്ന് പറയില്ലേ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് മോണിറ്ററിംഗ് ഇനീഷ്യേറ്റീവുകൾ ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ എയർ പൊല്യൂഷനെ പറ്റി ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി എയർ പൊല്യൂഷൻ എങ്ങനെയൊക്കെ നമുക്ക് എയർ പൊല്യൂഷനെ തടയാൻ വേണ്ടിയിട്ടുള്ള കുറെ സ്കീമുകളും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നാഷണൽ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് പ്രോഗ്രാം. നിരീക്ഷണം. യെസ്, വെരി ഗുഡ്. നാഷണൽ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് പ്രോഗ്രാം, അതാണ് ഫസ്റ്റ് പ്രോഗ്രാം. ഞാൻ നോട്ട് തരുമ്പോൾ അത് ഇതായിട്ട് തരാം കേട്ടോ. ഞാനിത് നേരത്തെ പ്രിപ്പയർ ചെയ്ത PPT ഈ സ്ലൈഡിലേക്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഹെഡർ ആയിട്ട് കൊടുത്തത് രണ്ടും കൂടി മിക്സ് ആയി പോയതാണ്. സോ സോറി. ഓക്കെ. അപ്പൊ ഫസ്റ്റ് വൺ നാഷണൽ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് പ്രോഗ്രാം. അതാണ് ആദ്യത്തെ ഗവൺമെന്റ് പ്രോഗ്രാം. അതായത് സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രോഗ്രാമുകളാണ് എയർ ക്വാളിറ്റി മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഇസ് എ നാഷൻ വൈഡ് പ്രോഗ്രാം. അതായത് ഇന്ത്യയിൽ ഉടനീളമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. എക്സിക്യൂട്ടഡ് ബൈ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ഇങ്ങനെയുള്ള ഫുൾ ഫോമുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നാഷണൽ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് പ്രോഗ്രാം, നാഷണൽ എയർ NAQ അങ്ങനെ ചോദിക്കും. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഇത് ഒരു നേഷൻ വൈഡ് പ്രോഗ്രാം ആണ്. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. CPCB, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ. National Air Quality Index NAQI was launched on 17th October 2014. ഒക്ടോബർ 17, 2014 നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ലോഞ്ച് ചെയ്യുന്നത്. എന്താണ് ഈ നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ്? ടു ഡെസിമിനേറ്റ് ഇൻഫർമേഷൻ ഓൺ എയർ ക്വാളിറ്റി ഇൻ എൻ ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ഫോം ഫോർ ജനറൽ പബ്ലിക്. അതായത് ഏതൊരു സാധാരണക്കാരനും വായിച്ചാൽ മനസ്സിലാവുന്ന തരത്തില് ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഈ സ്ഥലത്തിന്റെ എയർ ക്വാളിറ്റി എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവമാണ് നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പൊ നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഇങ്ങനെയാ പറയുന്നത്. ഇപ്പൊ ഞാൻ എന്റെ പ്രദേശത്തിന്റെ നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് 0-നും 50-നും ഇടയിലാണെങ്കിൽ എന്റെ എയർ ക്വാളിറ്റി ഇൻഡെക്സ്, ഞാൻ താമസിക്കുന്ന പ്രദേശത്തിന്റെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്താണ്? 0-നും 50-നും ഇടയിലാണെങ്കിൽ അത് നല്ലതാണ്. ഇനി 51-നും 100-നും ഇടയിലാണെങ്കിൽ ക്വാളിറ്റി എന്താണ്? മോഡറേറ്റ് ആണ്.
അത് സെൻസിറ്റീവ് ഗ്രൂപ്പുകാർക്ക് പ്രശ്നമാണ്. അതായത് ഇപ്പം ആസ്മയൊക്കെ ഉള്ളവർക്ക് ഈ 51-നും 100-നും ഇടയിലാണെങ്കിൽ അവർക്കത് അത്ര നല്ലതല്ല, ആണ് സെൻസിറ്റീവ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. ഇനി 101-നും 150-നും ഇടയിലാണെങ്കിൽ എന്താണ്, അത് അൺഹെൽത്തി ആണ്. 151-നും 200-നും ഇടയിലാണെങ്കിൽ അത് വെരി അൺഹെൽത്തി ആണ്. 201-നും 300-നും ഇടയിലാണെങ്കിൽ അത് ഹസാർഡസ് ആണ്. 301-നും 500-നും ഇടയിലാണെങ്കിലോ അത് ഗുഡ് ആണ് 0-നും. അപ്പൊ ഹസാർഡസ് 301-നും ഞാൻ പറഞ്ഞത് മാറിപ്പോയിട്ടുണ്ട് അല്ലെ. മോഡറേറ്റ് 51-നും 100-നും ഇടയിൽ. അൺഹെൽത്തി ഫോർ സെൻസിറ്റീവ് ഗ്രൂപ്പിന് 101 മുതൽ 150 വരെ. അൺഹെൽത്തി എല്ലാവർക്കും അൺഹെൽത്തി ആണ് എന്ത്, 151-നും 200-നും ഇടയിലാണെങ്കിൽ. 101-നും 100-നും ഇടയിലാണെങ്കിൽ സെൻസിറ്റീവ് ഗ്രൂപ്പുകാർക്ക് മാത്രമാണ് അത് അൺഹെൽത്തി ആയിട്ടുള്ളത്. അതായത് ആസ്മ പോലുള്ള അസുഖമുള്ളവർക്കൊക്കെ പ്രശ്നമാണ് 101-നും 150-നും ഇടയിലാണെങ്കിൽ. 151-നും 200-നും ഇടയിലാണെങ്കിൽ ഒരസുഖം ഇല്ലാത്തവർക്ക് പോലും അത് അൺഹെൽത്തി ആണ്. ഇനി 201-നും 300-നും ഇടയിലാണെങ്കിൽ വെരി അൺഹെൽത്തി. 301-നും 500-നും ഇടയിലാണെങ്കിൽ അത് ഹസാർഡസ് ആണ്. അപ്പോ എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂരിന്റെ ഒക്കെ 301-നും 500-നും ഇടയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ എം നോട്ട് ഷുവർ. എന്തായാലും അവിടെ പ്രത്യേകിച്ച് ക്യാൻസർ കോസിംഗ് ആയിട്ടുള്ള വാതകങ്ങളും കൂടെ ഉണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ NAQI എന്ന് വെച്ചാൽ എന്താണ്, നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ്. ഇപ്പൊ ഈ പറഞ്ഞത് NAQIന്റെ എന്താണ് മെഷർമെന്റുകളാണ്. ഇങ്ങനെ മെഷർമെന്റ് ഒന്നും എടുത്ത് ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. NAQI was an initiative under Swachh Bharat Mission based on the recommendation of IIT Kanpur. അപ്പോൾ NAQI എന്ന് പറയുന്നത് ആരുടെ ഇനീഷ്യേറ്റീവ് ആണ്? സ്വച്ഛ് ഭാരത് മിഷന്റെ ഇനീഷ്യേറ്റീവ് ആണ്. ആരുടെ റെക്കമെൻഡേഷനിലാണ്? IIT കാൺപൂരിന്റെ റെക്കമെൻഡേഷനിൽ സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായിട്ടാണ് NAQI കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇനി NAQIയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 8 എലമെന്റ്സുകൾ ഉണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. ഈ 8 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് എയർ ക്വാളിറ്റിനെ ബാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ എയർ ക്വാളിറ്റി ഇൻഡെക്സ് അവർ തീരുമാനിക്കുന്നത് ഈ പറയുന്ന 8 സംഭവങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന ഇൻഡെക്സ് അവര് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് നോക്കാം. PM10. PM എന്ന് പറയുന്നത് പെർട്ടിക്കുലേറ്റ് മാറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സസ്പെൻഡഡ് പെർട്ടിക്കുലേറ്റ് മാറ്റർ, അത് തന്നെയാണ് ആ പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത്. PM10, PM2.5, പിന്നെ NO2 അതായത് നൈട്രജൻ ഡൈ ഓക്സൈഡ്, SO2 സൾഫർ. PM10, PM2.5 ഈ കളർ യൂസ് ചെയ്യാൻ ഞാനിത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് ക്ലാരിറ്റി കുറവുണ്ടാവുമെന്ന്. ക്ലാരിറ്റി കുറവുണ്ട് അല്ലേ. PM10, PM2.5, പിന്നെ നൈട്രജൻ ഡൈ ഓക്സൈഡ് NO2 നൈട്രജൻ ഡൈ ഓക്സൈഡ്, SO2 സൾഫർ ഡൈ ഓക്സൈഡ്, പിന്നെ കാർബൺ മോണോക്സൈഡ് CO. O3 എന്ന് പറയുന്നത് എന്താണ്? ഓസോൺ, അമോണിയ, ലെഡ്. ഓക്കെ, ഇതൊക്കെയാണ് ആ 8 കോൺസ്റ്റിറ്റ്യുവൻസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് കാണാതെ പഠിക്കണം. PM10, PM2.5, പിന്നെ നൈട്രജൻ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, അത് ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ. പിന്നെ കാർബൺ മോണോക്സൈഡ്, പിന്നെ O3 അമോണിയ, ലെഡ്. ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചു പോയല്ലോ. PM10-ഉം PM2.5-ഉം, പിന്നെ നൈട്രജൻ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, പിന്നെ O3 ഓസോൺ, പിന്നെ അമോണിയ, ലെഡ്, കാർബൺ മോണോക്സൈഡ്. 8 ആയല്ലോ, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ NAQI ഇതൊക്കെയാണ്. പക്ഷെ ഇനിയും കൂടെ ഇതിന്റെ ബാക്കി ഇത് നമ്മൾ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെയാണ് നമ്മൾ മൈൻഡ് മാപ്പ് നമുക്ക് ഉപകാരപ്പെടുക. അതായത് ഇത് എഴുതി വെക്കുക. NAQIയുടെ 8 കോൺസ്റ്റിറ്റ്യുവൻസ് ഞാൻ പറഞ്ഞില്ലേ ബെഡിന്റെ അവിടെ. ഈ സ്റ്റിക്കി നോട്ടുകളില്ലേ, സ്റ്റിക്കി നോട്ടുകൾ കുറെ വാങ്ങിച്ചു വെക്കുക. സ്റ്റിക്കി നോട്ടിന് അത്ര വലിയ എമൗണ്ട് ഒന്നും ആവില്ല. അപ്പോ ഈ ബെഡിന് ചുറ്റും സ്റ്റിക്കി നോട്ടുകൾ ഒട്ടിച്ചു വെക്കുക. അതൊക്കെ നല്ലതാണ്. കാരണം എപ്പോഴും നമ്മൾ കാണുമ്പോൾ അത് നമ്മുടെ തലയിൽ ഇരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാഴ്ചയുള്ള ഭാഗത്താണ് സ്റ്റിക്കി നോട്ട് വെക്കേണ്ടത്. എന്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. അപ്പോ ആള് പറയുന്നത് ബാത്റൂമിന്റെ ഡോറിന്റെ ബാക്കിൽ വരെ സ്റ്റിക്കി നോട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മൾ നിരന്തരം കാണുമല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ അതായത് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലത്ത്, ബ്രഷ് ചെയ്യുന്ന സ്ഥലത്ത്, ഇവിടെയൊക്കെ സ്റ്റിക്കി നോട്ട് ഒട്ടിച്ച് വെക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ സാധനങ്ങൾ നമ്മൾ അറിയാതെ നമ്മുടെ തലയിലേക്ക് കയറും. ഇപ്പോ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ കിച്ചന്റെ കുക്കൊക്കെ ചെയ്യുന്ന സമയത്ത് കരിഞ്ഞു പോകാതെ നോക്കുക, പക്ഷെ ഇവിടെയൊക്കെ ഒട്ടിച്ചു വെക്കുക. അപ്പൊ നമ്മൾ ഇതിങ്ങനെ കുക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് നമുക്ക് അങ്ങോട്ട് റൂമൊക്കെ ഫുള്ളാണ് ഓൾറെഡി. ഇന്നും കൂടി ഒട്ടിച്ചാല് ഹസ്ബൻഡ് വീട്ടകത്ത് എന്താണ് ഓൾറെഡി ഫുള്ളാണെന്ന് പറയാ. ഓൾറെഡി ഫുള്ളാണ് സ്റ്റിക്കി നോട്ട് കാരണം. അതെ, അറബിക്കും ജനറലും ഒക്കെ പാടുണ്ട്. ഒക്കെ ഉണ്ട്. അപ്പൊ നല്ല കാര്യം. അപ്പൊ ഈ സ്റ്റിക്കി നോട്ട് ആകുമ്പോൾ പെയിന്റിനൊന്നും പ്രശ്നം വരില്ല, പെയിന്റിന്റെ അതൊന്നും വരില്ല. അപ്പൊ ഇങ്ങനെ സ്റ്റിക്കി നോട്ടുകൾ എത്ര വേണേലും ഒട്ടിച്ചു വെക്കാം.
പിന്നെ ഒരുപാട് ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടേക്ക് എവിടെ നോക്കണം എന്നുള്ളൊരു അവസ്ഥ വരും. ഒത്തിരി ഒട്ടിച്ചു വെക്കുന്നതിലും അർത്ഥമില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സാധനങ്ങൾ, പിന്നെ നമുക്കൊരു സാധനം നമ്മുടെ തലയിലേക്ക് കയറി നിറഞ്ഞു കഴിയുമ്പോൾ അത് മാറ്റണം, അല്ലെങ്കിൽ നമുക്ക് ആകെ കംപ്ലീറ്റ് മെസ്റ്റപ്പ് ആയ ഒരു അവസ്ഥയായിരിക്കും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഒരു ഇനീഷ്യേറ്റീവ് ആണ്, ഇതുകൂടെ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ NAQIന്റെ കൂടെ 4 എണ്ണം കൂടെ ആഡ് ചെയ്തു. അതാണ് നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് ഇതും എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ഓർക്കാം. CPCB draws this power from Air Prevention and Control of Pollution Act 1981. അതായത് എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981 നിന്നാണ് ഇത് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്, ഈ നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, മോണിറ്റേർഡ് അണ്ടർ നമ്മൾ നേരത്തെ പറഞ്ഞ നാഷണൽ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് പ്രോഗ്രാം ആണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്. അതായത് നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡും നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഒക്കെ മോണിറ്റർ ചെയ്യുന്ന ആരാണ്? നാഷണൽ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് പ്രോഗ്രാം ആണ്. അവരാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, മോണിറ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇതും നേരത്തെ പറഞ്ഞ പോലെ ആപ്ലിക്കബിൾ ടു ഹോൾ കൺട്രി. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ NAQIയും എന്ത് തന്നെയാണ്, മുഴുവൻ ഇന്ത്യക്കും എന്താണ് ബാധകമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതും എന്താണ്, ആപ്ലിക്കബിൾ ടു ഹോൾ കൺട്രി ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ 12 പൊല്യൂട്ടൻസ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നേരത്തെ പറഞ്ഞ 8 പൊല്യൂട്ടൻസ് നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? PM10, PM2.5, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, O3, അമോണിയ, ലെഡ്, ഇങ്ങനെ 8 എണ്ണം. ഇതിന്റെ കൂടെ ഒരു 4 എണ്ണം കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തു. അത് ഏതൊക്കെയാണ്? ആർസെനിക്, നിക്കൽ, ബെൻസീൻ, ബെൻസോപൈറീൻ. ഇതാണ് നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ഇതാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ NAQI ഏതാണ്, NAAQS ഏതാണെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. NAAQSൽ ഏതൊക്കെയാണ് വരുന്നത്? NAQIൽ പറഞ്ഞ 8 എണ്ണം. അത് കൂടാതെ ആർസെനിക് ഉണ്ട്, നിക്കൽ ഉണ്ട്, ബെൻസീൻ ഉണ്ട്, ബെൻസോപൈറീൻ ഉണ്ട്. ആർസെനിക് ഉണ്ട്, നിക്കൽ ഉണ്ട്, ബെൻസീൻ ഉണ്ട്, ബെൻസോപൈറീൻ ഉണ്ട്. ഇതിന്റെ ഒന്നും കെമിക്കൽ ഫോർമുലയിലേക്കൊന്നും പോകണ്ട, കാരണം അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. ഓക്കെ, സഫറും കൂടെ പറയാം അല്ലെ. സിസ്റ്റം ഫോർ എയർ ക്വാളിറ്റി ആൻഡ് വെതർ ഫോർകാസ്റ്റിംഗ്, സഫർ എന്നാണ് അതിനെ പറയാ. സിസ്റ്റം ഓഫ് എയർ ക്വാളിറ്റി ആൻഡ് വെതർ ഫോർകാസ്റ്റിംഗ് ആൻഡ് റിസർച്ച്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, for greater metropolitan city of India to provide location specific information on air quality in near real time and its forecast 1 to 3 days in advance for the first time in India. അതായത് മെട്രോപൊളിറ്റൻ സിറ്റികളിൽ, ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് നിയർ റിയൽ ടൈം. എന്താണ് ഈ നിയർ റിയൽ ടൈം? റിയൽ ടൈം എന്ന് വെച്ചാൽ എന്താണ്? അപ്പപ്പോ അല്ലെ. ഇപ്പൊ എനിക്ക് ഈ സമയത്തെ, ബാംഗ്ലൂരാണ് ഞാൻ താമസിക്കുന്നതെങ്കിൽ ബാംഗ്ലൂരിലെ ഈ സമയത്തെ എയർ ക്വാളിറ്റി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിയർ റിയൽ ടൈം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റുന്ന, എന്നെ സഹായിക്കുന്ന ആ ഒരു സംവിധാനത്തിന്റെ പേരാണ് സഫർ അഥവാ സിസ്റ്റം ഓഫ് എയർ ക്വാളിറ്റി ആൻഡ് വെതർ ഫോർകാസ്റ്റിംഗ് ആൻഡ് റിസർച്ച് എന്ന് പറയുന്നത് സഫർ. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ഫോർകാസ്റ്റ് 1 to 3 days in advance അതുണ്ട്. അതായത് ഒരു 3 ദിവസം മുന്നേ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് 3 ദിവസം കഴിഞ്ഞിട്ടുള്ള കാര്യവും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു സിസ്റ്റം കൂടിയാണ് സിസ്റ്റം ഓഫ് എയർ ക്വാളിറ്റി ആൻഡ് വെതർ ഫോർകാസ്റ്റിംഗ് ആൻഡ് റിസർച്ച് അഥവാ സഫർ. അപ്പൊ ഇത് മെട്രോപൊളിറ്റൻ സിറ്റികളിൽ മാത്രമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. അവിടുത്തെ എയർ ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ സഫർ ഇസ് ഡെവലപ്ഡ് ബൈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി, പൂനെ. IIT അല്ല കേട്ടോ ഇത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്, IITയുടെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ്, മാറിപ്പോവരുത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി, പൂനെ. അവരാണ് ഇത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. Delhi High Court in 2015 declared Delhi as a gas chamber. അപ്പൊ ഡൽഹിയും ബാംഗ്ലൂരൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റികളായിട്ട് പറയപ്പെടുന്നത്. ഓക്കെ, Delhi government started a project called odd even formula. അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഓഡ് ഈവൻ ഫോർമുല ഡൽഹിയിൽ കൊണ്ടുവന്ന ഒരു സംവിധാനമായിരുന്നു. ജനുവരി 1 2016 കൊണ്ടുവന്ന ഒരു സംഭവമാണ് ടു ബ്രിങ് ഡൗൺ എയർ പൊല്യൂഷൻ ലെവൽസ്. അതെന്തായിരുന്നു? ഓഡ് ഈവൻ ഫോർമുല എന്ന് പറയുന്നത് വാഹനങ്ങളുടെ നമ്പർ അവസാനിക്കുന്നത് ഓഡിലുള്ളവർക്കൊക്കെ ഒരു ദിവസം വാഹനം നിരത്തിലിറക്കാം. അന്ന് ഈവൻ നമ്പറിൽ അവസാനിക്കുന്ന വാഹനങ്ങൾക്കൊന്നും നിരത്തിലിറക്കാൻ പറ്റില്ല.
പിറ്റേ ദിവസം ഈവൻ നമ്പർ. അപ്പോൾ ഓരോ ദിവസവും വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഓഡ് ഈവൻ ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സംവിധാനങ്ങളാണ്. ഓക്കെ, ഇതുവരെയുള്ള കാര്യങ്ങൾ ഓക്കെ ആണോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? പിന്നെ ഇത് പഠിക്കുന്ന കേസിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് കുറേ ടേമുകൾ, കുറേ കോൺസെപ്റ്റുകൾ, അതുപോലെ തന്നെ കുറേ എക്സാമ്പിൾസ്, കുറേ കെമിക്കൽ ഫോർമുലകൾ, ഇത് ഒത്തിരി പഠിക്കാനുണ്ട്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ എന്താണെങ്കിലും മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഇതിനകത്ത് മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാതെ ഒരിക്കലും ഇത് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ സമയം കിട്ടുന്നതിനനുസരിച്ച് മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ വേണമെങ്കിൽ മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഗ്രൂപ്പിലിടാം. ഇപ്പൊ ഞാൻ കുറച്ച് തിരക്കിലാണ്. ഞാനൊന്ന് ഫ്രീ ആവുന്ന സമയത്ത് ഞാനത് ചെയ്തു തരാം. ഓക്കെ, ഞാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. അപ്പൊ ഇതിനകത്ത് എന്താണെങ്കിലും മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ ഒരു തവണ മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഐഡിയ കിട്ടും എങ്ങനെയാ അത് ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾക്ക് അറിയുന്നതൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിട്ട് മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുക. മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം കളറുകൾ അയച്ചു തരാം. മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം കളറുകൾ ഉപയോഗപ്പെടുത്താൻ നോക്കുക. നമുക്ക് ഭയങ്കര സില്ലി ആയിട്ട് തോന്നും, പക്ഷേ കളറുകൾ, ഫോണ്ടുകൾ, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ എഴുതുന്നത് പല പല കളർ, നമുക്ക് ഈ ഫോട്ടോഗ്രാഫിക് മെമ്മറി ഭയങ്കര നമ്മുടെ മൈൻഡിൽ ഭയങ്കരമായിട്ട് നിൽക്കും. അതായത് നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകുന്നില്ലല്ലോ, അതേസമയം നമ്മളൊരു വായിച്ച പുസ്തകത്തിലെ വരികൾ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ കാണുന്ന സാധനങ്ങൾ നമ്മുടെ മൈൻഡിൽ ഭയങ്കരമായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഈ ചെറിയ കുട്ടികൾക്ക് നമ്മൾ പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മൈൻഡ് മാപ്പിന്റെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് നമ്മൾ പിക്ചർ പോലെ ഉണ്ടാവണം അത്. അപ്പോൾ അതുപോലെ ആയിരിക്കണം. നമ്മൾ ഒരുപാട് എഴുതുക എന്നുള്ളതല്ല മൈൻഡ് മാപ്പിൽ, ഒത്തിരി എഴുത്തുണ്ടാവാൻ പാടില്ല. അപ്പോൾ പിന്നെ മൈൻഡ് മാപ്പിന്റെ ഫംഗ്ഷൻ ഇല്ലാതായി പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ ക്രിസ്പ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കണം മൈൻഡ് മാപ്പിൽ. വേർഡുകൾ വളരെ എണ്ണം കുറച്ചിട്ടായിരിക്കണം. എന്നാലാണ് നമ്മുടെ തലച്ചോറിൽ അത് നിൽക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഡിഫറെന്റ് കളറുകൾ യൂസ് ചെയ്യുക. ഡിഫറെന്റ് കളറുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലച്ചോറ് അത് പെട്ടെന്ന് എന്ത് ചെയ്യും, അത് തലയിൽ നിൽക്കും. ഓക്കെ, ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. കാരണം നമ്മൾ ഇനി മാറ്റി വെക്കരുത്. കാരണം നിങ്ങളുടെ സബ്ജക്ട് പേപ്പറും പഠിക്കാനുണ്ടാവും, ഇതും പഠിക്കാനുണ്ടാവും. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അതായത് നിങ്ങൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ, ഇപ്പൊ നിങ്ങൾ ഏതൊക്കെ ടോപ്പിക് അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പേപ്പർ 1-ല്? ICT, പീപ്പിളും ആണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. സോറി, അതെ, ICT PDM തന്നെ ഉള്ളൂ. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ICT-യിലെയും പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയൺമെന്റിലെയും ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങുക. ഓരോ ദിവസവും നിങ്ങൾ ഒരു 10 എണ്ണോ 20 എണ്ണോ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, പേപ്പർ 1-ൽ അത് ചെയ്ത് പോവുക. അപ്പൊ അത് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റുകളൊക്കെ കിട്ടും. അത് മാത്രം നോട്ട് ചെയ്ത് പോവുക. അപ്പൊ നിങ്ങൾക്ക് ഇതൊരു ഭാരമായിട്ട് ഉണ്ടാവില്ല. ലാസ്റ്റിലേക്ക് ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓവർലോഡ് ആവും. അപ്പൊ അതുകൊണ്ട് ലാസ്റ്റിലേക്ക് എടുത്ത് വെക്കരുത്. അപ്പൊ തന്നെ ചെയ്ത് പോവുക. ഓക്കെ, ഓരോ ടോപ്പിക്ക് തീരുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ടോപ്പിക്ക് മാത്രം കാറ്റഗറൈസ്ഡ് ആണോ ഉള്ള അല്ലല്ല, ടോപ്പിക് സെപ്പറേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ അല്ല. നിങ്ങളുടെ 1 to 15 ഞാൻ നിങ്ങൾക്ക് മറ്റ് ടോപ്പിക്കുകൾ പഠിച്ചിട്ടില്ലല്ലോ. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് പഠിപ്പിച്ച ടോപ്പിക് അല്ലേ ഫെമിലിയർ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ടോപ്പിക്കുകൾ ചെയ്ത് പോവാന്നുള്ളതാണ്. പിന്നെ പ്രിന്റ് എടുക്കാൻ പറ്റുന്ന പ്രിന്റ് എടുത്ത് തന്നെ ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്താണ് ബുക്കിനൊക്കെ പൈസ കളയാൻ ഉദ്ദേശിച്ചവരുണ്ടെങ്കിൽ ആ പൈസ എന്താണ്, ഒരു 1,500 രൂപ ഒരു ബുക്ക് വാങ്ങിക്കാനല്ലോ, ആ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് എടുക്കാന്ന് ഞാൻ പറയും. അതായത് പുസ്തകം വാങ്ങിക്കാൻ ആരെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൈസ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ പ്രിന്റ് എടുക്കുക, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രിന്റ് എടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രിന്റ് എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. കാരണം അതുകൊണ്ടാണ് ഗുണം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഞാൻ ഒരു ടെക്സ്റ്റ് ബുക്കിനായിട്ടൊന്നും പറയുന്നില്ല. എല്ലാ ടെക്സ്റ്റ് ബുക്കിലും നമുക്ക് ആവശ്യമുള്ളത് ഇല്ലാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ട് ഒരാൾ നെറ്റ് ക്ലിയർ ചെയ്തിട്ടില്ല. അതേസമയം ഇപ്പൊ ഞാൻ JRF ക്ലിയർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ചെയ്ത ഒരു കാര്യം, ഞാൻ ആ ടോപ്പിക്ക് പഠിക്കുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ഞാൻ പ്രീവിയസ് ഇയർ ഒരു പേപ്പർ 1-ൽ ഒരു 10-20 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തു. പേപ്പർ 2-ലും അത്ര തന്നെ ചെയ്തു. അപ്പൊ എനിക്ക് നല്ലൊരു ഐഡിയ കിട്ടി.
അങ്ങനെയാണ് ഞാൻ ആ തവണ JRF ക്ലിയർ ചെയ്തത്. അത്രയും നാളെ ഞാൻ ഇങ്ങനെ തിയറി പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എവിടെയാണ് ചെറിയ മാർക്കിന് എനിക്ക് എപ്പോഴും JRF പോകുന്നത്, എല്ലാ തവണയും നെറ്റ് കിട്ടും. അപ്പൊ JRF പോകുന്നത് ഒന്നില്ലെങ്കിൽ 2 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന് ഇങ്ങനെയാ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് എവിടെയാണ് പ്രശ്നം വരുന്നത്, എവിടെയാണ്. അപ്പൊ നമ്മുടെ സ്ട്രാറ്റജിയിലുള്ള ഒരു പ്രശ്നമാണ്. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നില്ല ഞാൻ അധികം. കാരണം തിയറി പഠിക്കുവാണല്ലോ, തിയറി പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ സമയം ഉണ്ടാവില്ല. കാരണം അതുപോലെ നമുക്ക് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ബുക്ക് കാണും, പിന്നെ ആ ബുക്ക് പഠിക്കാൻ പോകും, അത് കഴിയുമ്പോൾ അടുത്തൊരു ബുക്ക് കാണും, അപ്പൊ അത് പഠിക്കാൻ പോകും. അപ്പൊ നമുക്ക് ഒരിക്കലും ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ സമയം കിട്ടില്ല. അപ്പൊ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം പ്രിന്റ് എടുത്തു വെച്ചു. ഒരു 10-20 വർഷത്തെ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രിന്റ് അങ്ങ് എടുത്തു വെച്ചു. പ്രിന്റ് എടുത്തു വെച്ചിട്ട് ഓരോ ദിവസം ഇരുന്ന് ഇത് ചെയ്യാൻ തുടങ്ങി. അതിൽ ഇതിൽ കിട്ടാത്ത സംഭവങ്ങൾ മാത്രം എന്ത് ചെയ്യും, എഴുതി വെക്കും. അപ്പൊ അത് മാത്രം എനിക്ക് റിവൈസ് ചെയ്യാൻ പാകത്തിന് ഞാനിങ്ങനെ വേറെ നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്തു. ഓരോ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴും എനിക്ക് കിട്ടാത്ത സംഭവങ്ങളും അത് എനിക്ക് അറിയില്ലാത്ത ടെർമിനോളജികളൊക്കെ നോട്ട് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് അതിനെപ്പറ്റി ചെറിയൊരു നോട്ട് ഉണ്ടാക്കി പോയി. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ നോട്ടിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഈ പറയുന്ന ഒരു സംഭവം കൂടെ എക്സ്ട്രാ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ്, അടുത്ത തവണ ഇപ്പൊ അതേപോലെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള 4 ടോപ്പിക് അതിൽ എനിക്ക് ഫെമിലിയർ അല്ലാത്ത എന്തെങ്കിലും ഒരു ടേം ഉണ്ടെങ്കിൽ അത് ഞാൻ എഴുതി വെക്കും. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ 4 ഓപ്ഷൻസിൽ ഒരെണ്ണമാണ് ശരിയായിട്ടുള്ളത്. അതിൽ ബാക്കി 3 ഓപ്ഷൻസ് ഉണ്ടല്ലോ, അത് ചിലപ്പോൾ അവര് അടുത്ത തവണ അതിനെ പറ്റിയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷനായിട്ട് വന്നിട്ട് അതിനെ പറ്റിയിട്ടും എന്ത് ചെയ്തു, ഞാൻ നോട്ടുകൾ പ്രിപ്പയർ ചെയ്തു. അപ്പൊ ഒരു ചോദ്യം പഠിക്കുമ്പോൾ ഞാൻ 4 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 4 ഉത്തരങ്ങൾ പഠിക്കുന്ന രീതിയിലായി. അപ്പൊ ഒരു ചോദ്യത്തിന്റെ 4 ഓപ്ഷൻസിനെ പറ്റിയിട്ടും ചിലതൊക്കെ ബാക്കി 3 ഓപ്ഷൻസ് അറിയുന്നതായിരിക്കും. അറിയാത്തതാണെങ്കിൽ ആ അറിയാത്ത സംഭവങ്ങളെല്ലാം എഴുതി അതിന്റെ കൂട്ടത്തിൽ പോയി. അപ്പോൾ അത്യാവശ്യം നല്ല വലിയൊരു ബൾക്കായിട്ടുള്ള ഒരു മെറ്റീരിയൽ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടി. ഈ പൈസ ഇത്രയും നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഒരു 100-500 രൂപ കൊടുത്തൊരു ഗൈഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് ഒരിക്കലും കിട്ടില്ല. അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഈ നോട്ടിൽ ഫോക്കസ് ചെയ്യേണ്ട, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള നോട്ട് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ് നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതല്ലാതെ വേറെ ആരെങ്കിലും പ്രിപ്പയർ ചെയ്ത് വെച്ച നോട്ട് കൊണ്ട് നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടില്ല. ഞാൻ പറയുവാണ്, നിങ്ങൾ വേറെ ആരെങ്കിലും പ്രിപ്പയർ ചെയ്ത് വെച്ച ഏതോ ഒരാൾ എഴുതി വെച്ച നോട്ടും കൊണ്ട് നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടില്ല. കാരണം നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എഴുതിയ നോട്ട് നിങ്ങളുടെ തലയിലിരിക്കും. ബാക്കിയുള്ളവരെ എഴുതി വെച്ച സാധനം നമ്മൾ ഓർത്തിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ഓരോ ടോപ്പിക് പഠിച്ച് പോകുമ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാക്കുകൾ അത് നമ്മളായിട്ട് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്ത് നോട്ടായിട്ട് പോവുക. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ PD എന്ന് പറഞ്ഞിട്ട് ഒരു A4 ഷീറ്റിൽ അതിന് കിട്ടുന്ന കാര്യങ്ങൾ എഴുതി പോവുക. എന്നിട്ട് ഈ നോട്ടിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് നോക്കിയേ, നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നും കിട്ടാത്ത അത്രയും വലിയ നോട്ട് നിങ്ങൾക്ക് ലാസ്റ്റിലേക്ക് കിട്ടും. അതാണ് ഓക്കെ. അപ്പൊ ഇതിന്റെ ബാക്കി നമുക്ക് നാളെ പറയാം. ഓക്കെ അല്ലേ? അപ്പൊ ബാക്കി നമുക്ക് നാളെ പറയാം. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.